ബലാത്സംഗ കേസിൽ പോലീസ് തിരയുന്നതിനിടെ പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്തെത്തി. വഞ്ചൂരിലെത്തി വക്കാലത്തൊപ്പിട്ട എം.എൽ.എ. ഇപ്പോൾ എവിടെ എന്ന കാര്യത്തിൽ പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ്. രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ബുധനാഴ്ചയാണ്. ലൈംഗിക ബന്ധവും ഗർഭഛിദ്രവും ഉഭയസമ്മതത്തോടെ ആയിരുന്നുവെന്ന് തെളിയിക്കാനുള്ള രേഖകൾ മുദ്രവച്ച കവറിൽ രാഹുൽ കോടതിക്ക് കൈമാറിയിട്ടുണ്ട്. വീക്ഷണത്തിൽ വന്ന രാഹുൽ സ്തുതികളെ നേതാക്കൾ തള്ളിക്കളയുന്നു. പോലീസ് രാഹുലിനെ കാണാത്തതാണോ, അറസ്റ്റ് മനഃപൂർവ്വം വൈകിക്കുന്നതാണോ? തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാണ് അറസ്റ്റെങ്കിൽ അത് UDF-ന് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുമോ? ഈ ചർച്ചയിൽ ശ്രീ PM ആർഷോ, CPM ശ്രീ അനൂപ് VR, കോൺഗ്രസ് ശ്രീ TP ജയചന്ദ്രൻ മാസ്റ്റർ, BJP ശ്രീ ജേക്കബ് ജോർജ്, നിരീക്ഷകൻ അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ, അഭിഭാഷകൻ എന്നിവർ. ആദ്യം ശ്രീ അനൂപ് VR. കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ രമേശ് ചെന്നിത്തലയും VD സതീശനും ആവർത്തിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലിനെ തള്ളുകയാണ്. അറബിക്കടൽ ഇളകി വന്നാലും രാഹുലിനെ കുറിച്ചുള്ള ബോധ്യങ്ങളിൽ മാറ്റം വരില്ല എന്ന് VD സതീശൻ ഇന്നലെ പ്രഖ്യാപിച്ചതാണ്. പക്ഷേ വീക്ഷണത്തിനും ജയ്ഹിന്ദിനും ഒന്നും അത് ബാധകമല്ല. വീക്ഷണത്തിന്റെ മുഖപ്രസംഗം മുക്തകണ്ഠം പ്രശംസിച്ചത് രാഹുൽ മാങ്കൂട്ടത്തെയാണ്. ഗൂഢാലോചന തിയറി ഉന്നയിക്കുന്നു. നിങ്ങളുടെ ടെലിവിഷൻ ചാനലും ഇതൊരു CPM കോൺഗ്രസ് പടമാണ്, ഫ്ലോപ്പായി പോയി, പൊട്ടിപ്പോയി എന്ന് ചിത്രീകരണം നൽകുന്നു. അപ്പോൾ ഈ VD സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും ഒക്കെ ഇത്ര വിലയെ കോൺഗ്രസിന്റെ സംവിധാനങ്ങൾ, അതിന്റെ മുഖപത്രങ്ങൾ, അതിന്റെ അണികൾ കൊടുക്കുന്നുള്ളൂ എന്നാണോ? അഭിലാഷേ, ഇത് VD സതീശന്റെയോ രമേശ് ചെന്നിത്തലയോ എക്കോ വരുന്നുണ്ടേ. കട്ട് ചെയ്യാം, പറഞ്ഞോളൂ. ഇത് VD സതീശന്റെയോ രമേശ് ചെന്നിത്തലയുടെയോ വ്യക്തിപരമായ ബോധ്യമല്ലല്ലോ. ഇത് സംഘടനാപരമായ ബോധ്യമാണ്, സംഘടനാപരമായ നിലപാടാണ്. ഒരു കളക്റ്റീവ് ലീഡർഷിപ്പ് എടുത്ത് തീരുമാനമാണെന്നേ. ഇതിനകത്ത് കൃത്യമായ നിലപാട് പ്രഖ്യാപിച്ചിട്ടുള്ള ആരാ? KPCC പ്രസിഡന്റാ. കോൺഗ്രസിന്റെ നേതൃത്വം കൂടിയാലോചനകൾക്ക് ശേഷം ഒരു തീരുമാനത്തിലെത്തുക. അല്ല, ആ തീരുമാനത്തെ വീക്ഷണത്തിന് യാതൊരു അറിവില്ലേ? അല്ല, വീക്ഷണത്തിൽ അഭിലാഷിന് അറിയാമല്ലോ. ഇപ്പോൾ എഡിറ്റോറിയൽ പോളിസി ഉണ്ടായിരിക്കെ തന്നെ ഒരു പത്രത്തിൽ എഡിറ്റോറിയൽ കോളം എഴുതുന്നത് കോൺഗ്രസ് നേതാക്കന്മാർ ആരെങ്കിലും ആണോ? അതിൽ തെറ്റ് പറ്റിയാൽ അത് KPCC ലീഡർഷിപ്പ് പറഞ്ഞു എന്ന് മാത്രമല്ല, ആ KPCC ലീഡർഷിപ്പ് പറഞ്ഞ നിലപാട് അതിൻ്റെ മാനേജിങ് എഡിറ്റർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങളുടെ നിലപാടല്ല, തെറ്റ് പറ്റിപ്പോയെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞു. ദാറ്റ് ഈസ് എ ക്ലോസ്ഡ് ചാപ്റ്റർ. അത് കഴിഞ്ഞൊരു കാര്യമാണ്. വീക്ഷണം പറഞ്ഞതല്ല നിലപാടെന്ന് വീക്ഷണത്തിൻ്റെ മാനേജിങ് ഡയറക്ടർ തന്നെ പറഞ്ഞില്ലേ? അപ്പോൾ അതിനകത്ത് വ്യക്തത വന്നില്ലേ? ഇപ്പോൾ വീക്ഷണത്തിൽ അവിടെ ഇരിക്കുന്ന ഡെസ്കിൽ ഇരിക്കുന്ന ഒരാളാണ് ഈ എഡിറ്റോറിയൽ പേജ് കൈകാര്യം ചെയ്യുന്ന ഒരാൾക്ക് തോന്നിയ കാര്യം. അത് പാർട്ടിയുടെ നിലപാടല്ലെന്ന് പാർട്ടിയുടെ പ്രസിഡന്റും പറഞ്ഞു. വീക്ഷണത്തിന്റെ മുഖപത്രത്തിലെ മുഖപ്രസംഗത്തിൽ പാർട്ടി വിരുദ്ധ നിലപാട് വരിക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു പക്ഷേ കോൺഗ്രസിന്റെ മുഖപത്രത്തിന് മാത്രം സാധിക്കുന്ന ഒരു കാര്യമായിരിക്കും. ഒന്നാമത്തെ കാര്യം, ഇന്നലെ ഇപ്പോ രമേശും സതീശനും ഒക്കെ തള്ളിക്കളയുമ്പോൾ അടൂർ പ്രകാശും MM ഹസനും ഒപ്പമാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ. ഞാൻ UDF കൺവീനർ ആയിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്, ഇതൊരു കെണിയാണ്. തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ട് കെണി വെച്ചിരിക്കുകയാണെന്ന് ആ അതിജീവിതയെ, പരാതിക്കാരിയെ സ്ലക്ഷയം ചെയ്തത് UDF-ന്റെ കൺവീനറാണ്. കോൺഗ്രസിന് എത്ര നിലപാടുണ്ട് ശ്രീ അനൂപ്? എത്ര നിലപാട്? അഭിലാഷേ, കോൺഗ്രസിന് ഒരേ ഒരു നിലപാടാണുള്ളത്. അത് കേരളത്തിലെ കോൺഗ്രസിന്റെ നിലപാട് എന്ന് പറയുന്നത് KPCC പ്രസിഡന്റ് പറഞ്ഞതാ. പിന്നെ കോൺഗ്രസ് പോലെ വിപുലമായ ജനാധിപത്യ സ്വാതന്ത്ര്യമുള്ള ഒരു പാർട്ടിയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ വെച്ച് പുലർത്താനുള്ള അവകാശം ഓരോരുത്തർക്കും ഉണ്ടാകാം. പക്ഷെ കോൺഗ്രസിന്റെ നിലപാട് എന്ത് എന്നൊരാളോട് ചോദ്യം ചോദിച്ചാൽ അത് KPCCയുടെ നിലപാടാണ്. KPCC പ്രസിഡന്റ് പറഞ്ഞതാണ്. ആ നിലപാടാണ് KPCCയെ പ്രതിനിധീകരിച്ച് കോൺഗ്രസിന്റെ സ്പോക്ക് പേഴ്സൺസ് ആയി ഓരോ ചാനലിലും ഞങ്ങളെപ്പോലുള്ള ആളുകൾ വന്ന് പറയുന്നത്. അതിനകത്ത് ഞങ്ങളെ സംബന്ധിച്ചൊരു കൺഫ്യൂഷനും ഇല്ല. KPCC പറഞ്ഞ നിലപാട്, KPCC പ്രസിഡന്റ് പറഞ്ഞ നിലപാട്, അതാണ് കോൺഗ്രസിന്റെ നിലപാട്. വ്യത്യസ്ത അഭിപ്രായമുള്ള നേതാക്കന്മാർക്ക് കോൺഗ്രസ് പോലൊരു പാർട്ടിയിൽ അത് പ്രകടിപ്പിക്കാം. പക്ഷെ കോൺഗ്രസിന്റെ നിലപാട് ഏത് എന്ന് ചോദിച്ചാൽ അത് KPCCയുടെ നിലപാടാണ്. പ്രസിഡന്റ് മുഴുവൻ കോൺഗ്രസുകാർക്കും ബോധ്യപ്പെടുന്ന വിധത്തിൽ പറയുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ശ്രീ ജേക്കബ് ജോർജ്, കോൺഗ്രസിൽ നിന്ന് എത്ര അഭിപ്രായങ്ങൾ നമ്മൾ കേട്ടു. രാജ്മോഹൻ ഉണ്ണിത്താൻ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം K. സുധാകരനെ പരിഹസിക്കുന്നു. വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ട് എന്ന മട്ടിൽ നിന്ന് K. സുധാകരൻ തിരിച്ച് രാജ്മോഹൻ ഉണ്ണിത്താനെ തിരിച്ചു പറയുന്നു, പരിഹസിക്കുന്നു. സതീശനൊന്ന് പറയുന്നു, അടൂർ പ്രകാശ് മറ്റൊന്ന് പറയുന്നു. ഒരു കൂട്ടർ രാഹുൽ പക്ഷത്ത്, ഒരു കൂട്ടർ രാഹുൽ വിരുദ്ധ പക്ഷത്ത്. കോൺഗ്രസിന്റെ മാധ്യമങ്ങൾ രാഹുലിന് വേണ്ടി ആർപ്പ് വിളിക്കുന്നു, അവർ രാഷ്ട്രീയ ഗൂഢാലോചന ആരോപിക്കുന്നു. ഒരു തെരഞ്ഞെടുപ്പ് വർഷത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ ജനാധിപത്യമാണ്, പൂത്തുലയുന്ന ജനാധിപത്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കൂ,
സണ്ണി ജോസഫ് KPCCയുടെ ചരിത്രത്തിലെ ഏറ്റവും ദുർബലനായ പ്രസിഡന്റായി അടയാളപ്പെടുത്തപ്പെടുമോ? ദുർബലൻ ആണോ എന്ന് എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. ഏറ്റവും ദുർബലനാണ് ആകാൻ സാധ്യതയില്ല. പക്ഷേ അദ്ദേഹം ആർജവത്തോടെ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നുവെങ്കിൽ പാർട്ടിക്കകത്ത് ഇക്കാര്യത്തിൽ ഒരു ഒറ്റ അഭിപ്രായം ഉണ്ടാവുമായിരുന്നു. അതാണ് അഭിലാഷ് ഞാൻ പറയാൻ വരുന്നത്. രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും രാഷ്ട്രീയ സംഘടനയാണെങ്കിലും മുന്നണിയാണെങ്കിലും നേതാവാണെങ്കിലും നിലപാട് ശക്തമായിരിക്കണം. നിലപാടാണ് ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ കാണിക്കുന്നത്, വ്യക്തിയുടെ രാഷ്ട്രീയ വ്യക്തിത്വത്തെ കാണിക്കുന്നത്. അത് VD സതീശൻ അങ്ങനെ പറഞ്ഞു. ചരിത്രത്തിലേക്ക് നോക്കിയോ, AK ആന്റണി അടിയന്തരാവസ്ഥക്കെതിരെ പ്രസംഗിച്ചില്ലേ? അതിന് ശക്തിയുള്ള കരുത്തുള്ള ഒരു നേതാവായിരുന്നു. ആ ഒരൊറ്റ VD സതീശൻ അത്രയും സ്ട്രോങ് ആയ നിലപാടെടുക്കുമ്പോൾ KPCC പ്രസിഡന്റ് കൂടി ആ സ്ട്രോങ് ആയ നിലപാട് എടുത്തിരുന്നുവെങ്കിൽ ഇന്ന് പലരും പല അഭിപ്രായം പറയുന്ന 10 അഭിപ്രായം ഉണ്ടാവുന്ന അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല. ഒരു പക്ഷേ VD സതീശൻ ആ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് സണ്ണി ജോസഫിൻ്റെ പേര് നിർദ്ദേശിക്കാനുള്ള പ്രധാന കാരണം തന്നെ അദ്ദേഹം തൻ്റെ കൂടെ ഒരു കെമിസ്ട്രി ഡെവലപ്പ് ചെയ്ത് കൂടെ നിൽക്കും എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ അതിനുള്ള കരുത്ത് ആ നിർണായക സമയത്ത്, ഈ നിർണായക ഘട്ടത്തിൽ VD സതീശൻ കാണിച്ച കരുത്ത് സണ്ണി ജോസഫ് കാണിച്ചില്ല. KPCC പ്രസിഡന്റ് അദ്ദേഹമായിരുന്നു കാണിക്കേണ്ടിരുന്നത്. ഇപ്പം തന്നെ അനൂപ് സംഘടനയുടെ കാര്യം പറയുന്നില്ലേ? സംഘടന എന്ന് പറഞ്ഞാൽ KPCC അധ്യക്ഷൻ തന്നെയാണ്. പക്ഷേ അത് പറയേണ്ട വിധത്തിൽ പറയണമായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് അങ്ങേയറ്റത്തെ ആത്മാർത്ഥത്തോട് പറഞ്ഞത് രാജ്മോഹൻ ഉണ്ണിത്താനാണ്. യാതൊരു സംശയം. മറ്റുള്ളവരൊക്കെ കാലിടറിപ്പോയെങ്കിലും അദ്ദേഹം ഉറക്കെ തന്നെ ഉണ്ണിത്താനെതിരെ കോൺഗ്രസ് സൈബർ അണികൾ വലിയ പ്രചാരണമാണ് നടത്തുന്നത്, പഴയ ചില ഫോട്ടോസൊക്കെ ഉപയോഗിച്ചുകൊണ്ട്. പക്ഷേ ഹീനമായ PR തന്ത്രമാണ് രാഹുൽ മാങ്കൂട്ടം പ്രയോഗിച്ചത് എന്ന് ഓപ്പണായിട്ട് കാസർഗോഡ് MP പറഞ്ഞു എന്നതുകൂടി നമ്മൾ പറയണം. അതും കൂടെ പറഞ്ഞാലേ പറ്റുള്ളൂ. ഈ ഫ്ലോറിൽ, മാതൃഭൂമിയുടെ ഫ്ലോറിൽ നിന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നെ എന്ന് മാത്രം അധിക്ഷേപിച്ചിട്ടുണ്ട്, കുറേ അധികം ചീത്ത വിളിച്ചിട്ടുണ്ട്. പക്ഷേ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ധൈര്യം അന്നും ഇന്നും ഞാൻ വ്യക്തിപരമായിട്ട് അഭിനന്ദിക്കുന്നത്. കാരണം നേതാവ് അങ്ങനെ ആയിരിക്കണം. അദ്ദേഹം കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിന് വേണ്ടി അങ്ങനെയൊക്കെ സംസാരിക്കുന്നു. അതങ്ങനെ ആയിരിക്കണം. അത് അങ്ങേയറ്റം ഗംഭീരമായിട്ട് തന്നെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഇതെന്ന് പറഞ്ഞാൽ അറപ്പുണ്ടാക്കുന്നൊരു വിഷയമാണ്. ഒപ്പം ഒരു കൂടെ നിൽക്കുന്ന സഹപ്രവർത്തകൻ അഭിലാഷ്, നമ്മളൊക്കെ സുഹൃത്തുക്കളാണെങ്കിൽ ഒരു സുഹൃത്തിന് വേണ്ടി ശബ്ദം ഉയർത്തുക എന്നുള്ളത് സൗഹൃദത്തിൻ്റെ ഒരു പ്രഥമമായ കർമ്മം തന്നെയാണ്. പക്ഷേ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ രാഷ്ട്രീയമാണോ വലുത്, സൗഹൃദമാണോ വലുത് എന്ന ചോദ്യത്തിൻ്റെ മുമ്പിൽ രണ്ടഭിപ്രായമില്ലാതെ തികഞ്ഞ അഭിപ്രായത്തോടു കൂടി നിലപാട് വ്യക്തമാക്കാൻ ഉണ്ണിത്താന് കഴിഞ്ഞു. അത് ഉണ്ണിത്താനും വലിയ കാര്യം തന്നെയാണ്. മറ്റുള്ളവർ K മുരളീധരൻ, അതേപോലെയുള്ള ഒത്തിരി പേരുണ്ട്, രമേശ് ചെന്നിത്തല. ആദ്യം VD സതീശനും രമേശ് ചെന്നിത്തല നമ്മളെ ഏറ്റവും ശക്തമായ നിലപാടെടുത്തത്. VD സതീശൻ എനിക്ക് തോന്നുന്നു ഒരു വലിയ പണ്ടൊക്കെ വലിയ നേതാക്കന്മാർ, ഏത് പാർട്ടികൾക്കപ്പുറത്ത് പിണറായി വിജയൻ വരെയുള്ളവർ എടുത്തിട്ട് പല വിഷയങ്ങളിലും എടുക്കുന്ന ധീരമായ നിലപാടുകൾ, ആ നിലപാടെടുക്കാൻ എല്ലാ കാര്യത്തിലും, അൻവറിൻ്റെ കാര്യത്തിൽ VD സതീശൻ നിലപാടെടുത്തില്ലേ? അത് ശക്തമായ നിലപാട്. അതേപോലെ നമ്മുടെ സുകുമാരൻ നായർ NSS നേതാവ്, വെള്ളാപ്പള്ളി നടേശൻ, വ്യക്തിപരമായിട്ട് പോലും ഇവർക്കെതിരെ സമുദായ താല്പര്യങ്ങൾക്ക് ഞാനില്ല എന്ന് പറയാൻ VD സതീശന് കഴിഞ്ഞിട്ടുണ്ട്. അതൊരു വലിയ കാര്യം തന്നെയാണ്. അതാണ് നേതാക്കന്മാർക്ക് വേണ്ടത്. തീർച്ചയായും അതേ നിലപാട് തന്നെ ആ പിന്തുണയുടെ രൂപത്തിൽ മറ്റ് നേതാക്കളിൽ നിന്ന് കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ കോൺഗ്രസ് ഈ വിഷയത്തിൽ പ്രതിസന്ധിയിലാകുമായിരുന്നില്ല. കോൺഗ്രസിന് സ്റ്റാൻഡ് ചെയ്യാമായിരുന്നു. മറ്റത് വ്യക്തിപരമായ പ്രശ്നം എന്ന നിലയിൽ ഒഴിവായും പോകുമായിരുന്നു. പക്ഷേ അത് കോൺഗ്രസിനെ കൊണ്ട് സാധിക്കാത്തത് അവർ എടുത്തിട്ടുള്ള ഈ അഴകൊമ്പൻ സമീപനം കൊണ്ടാണ്. അതിലെ ഒരു വിഭാഗം നേതാക്കൾ എടുത്തിട്ടുള്ള അഴകൊമ്പൻ സമീപനം കൊണ്ടാണെന്ന് പറയേണ്ടി വരും. അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ, ഈ കേസ് എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് വിചാരിക്കുന്നു? ബുധനാഴ്ചയാണ് മുൻകൂർ ജാമ്യ ഹർജി കേൾക്കുന്നത്. ഇന്ന് പുതിയ ചില തെളിവുകൾ കൂടി ഹർജിക്കാരന് വേണ്ടി സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഒരു സീൽഡ് കവറിലാണ്. അഭിഭാഷകരിൽ നിന്ന് മനസ്സിലാവുന്നത് ഈ ബന്ധം കൺസെൻഷ്വൽ ആയിരുന്നു എന്ന് തെളിയിക്കാൻ ഉള്ള തെളിവുകളും ഒപ്പം പരാതിയിൽ ഒരു തരത്തിലുള്ള പുഷ് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ പരാതി കൊടുക്കാൻ പ്രേരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഈ യുവതി എന്ന് വ്യക്തമാക്കുന്ന അല്ലെങ്കിൽ അന്ന് ആരോപിക്കുന്ന കാര്യങ്ങളുമാണ് കൊടുത്തിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കേസിൽ മുൻകൂർ ജാമ്യത്തിന് എത്രമാത്രം സാധ്യതയുണ്ട്? ഈ കേസിൽ ആൻറ്റിസിപ്പേറ്ററി ബെയിലിൻ്റെ ഒരു ഘടകം അവർ വാദിക്കുന്നത് കൺസെൻഷ്വൽ സെക്സ് എന്നുള്ള നിലയ്ക്കാണ് അവർ വാദിക്കുന്നത്. ഈ കൺസെൻഷ്വൽ സെക്സ് പറയുമ്പോൾ തന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ദേ ഹാവ് അഡ്മിറ്റഡ് ദാറ്റ് ദർ വാസ് ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സ് ഉണ്ടായിരുന്നു എന്നുള്ളത് അഡ്മിറ്റ് ചെയ്ത് തന്നെയാണ് അവർ വാദിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ബർഡൻ കംസ് ഡൗൺ ടു ദി പേഴ്സൺ ഹു സേസ് ദർ ഈസ് കൺസെൻറ്റ് എന്നുള്ളത് വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരിക്കണം അദ്ദേഹത്തിൻ്റെ തെളിവുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് കോർട്ടിൽ ഇന്ന് ഹാജരാക്കിയിട്ടുണ്ടാവും.
സീൽഡ് കവർ എന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൈവസി വയലേറ്റ് ചെയ്യാതെ ഇരിക്കപ്പെടാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതി മാൻഡേറ്റ് അനുസരിച്ചിട്ടാണ് എല്ലാ ഡോക്യുമെൻസും ആൾക്കാരുടെ പേരുകളോ അല്ലെങ്കിൽ അതിവരുടെ ട്രാൻസാക്ഷൻസോ ഒന്നും വെളിവാകാതിരിക്കാൻ വേണ്ടി ഒരു റൈറ്റ് ടു പ്രൈവസി അഫക്റ്റ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ് സീൽഡ് കവർ എന്നുള്ള കൺസെപ്റ്റിലേക്ക് പോകുന്നത്. അതാണിപ്പോൾ എല്ലാ കോടതികളും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ കോടതിക്കാണ് അത് കാണാൻ പറ്റുള്ളൂ. കോടതിയിൽ നിന്നോ അല്ലെങ്കിൽ വേറൊരു ഓപ്പോസിറ്റ് പാർട്ടീസിൽ നിന്നോ അത് പോകരുത് എന്നുള്ളത് കണക്കാക്കി തന്നെയാണ് അങ്ങനെ വരുന്നത്. ഇന്നത്തെ ചോദ്യം എന്നോട് ചോദിച്ചത് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കിട്ടാനുള്ള സാധ്യതകളാണ്. ഒഫൻസ് നിന്നിട്ടില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ വേണമെങ്കിൽ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കൊടുക്കാം, ഒന്നാമത്തത്. രണ്ടാമത്തെ പ്രശ്നം, ഇദ്ദേഹം ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം ഒരു ഈ ഒറ്റ കേസ് മാത്രമാണോ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസീസ് ഹൈലൈറ്റ് ചെയ്യാൻ പോകുന്നതോ അതോ ഇതേപോലെ വേറെ കേസുകളുണ്ടോ, അതിലേക്കെല്ലാം ഇൻവെസ്റ്റിഗേഷൻ പോകാനുള്ള സാധ്യതകളുണ്ടോ, ഇനി ഈ മെറ്റീരിയൽസ് സഫീഷ്യൻ്റ് ആണോ, ഈ കൊടുത്തിരിക്കുന്ന മെറ്റീരിയൽസ് ടാമ്പർ പ്രൂഫ് ആണോ, ആ മെറ്റീരിയൽസ് കറക്റ്റായിട്ടുള്ളതാണോ, ഇതെല്ലാം അന്വേഷിക്കണം എന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ അവൈലബിലിറ്റി ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ഏത് മെറ്റീരിയലിൽ നിന്നാണ് ഇദ്ദേഹത്തിന് അത് കിട്ടിയിരിക്കുന്നത് എന്നുള്ളതെല്ലാം നോക്കേണ്ടി വരും. ഒരു പ്രശ്നം പ്രോസിക്യൂഷൻ ഫേസ് ചെയ്യാൻ സാധ്യതയുള്ളത് അതാണ് അവർ ഹൈലൈറ്റ് ചെയ്യുന്നതും. ഡിലേ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു കംപ്ലൈൻറ്റിന് ഡിലേ ഉണ്ട്. ആ വന്നിരിക്കുന്ന സമയം ഒരു പൊളിറ്റിക്കൽ മോട്ടീവ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാമാണ് അവർ പറയുന്ന കാര്യം. എന്നിരുന്നാൽ കൂടി ഇദ്ദേഹത്തിൻ്റെ കസ്റ്റഡി വേണ്ടിയിരുന്ന കാര്യം ഇൻവെസ്റ്റിഗേഷൻ ഒന്ന്. രണ്ടാമത് വിറ്റ്നസസിനെ സ്വാധീനിക്കാൻ ശ്രമിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അദ്ദേഹത്തിൻ്റെ മാറ്റി നിർത്തപ്പെടേണ്ട സാഹചര്യം ഉണ്ടോ എന്നുള്ളത് കോടതി കണക്കാക്കേണ്ടി വരും. അത് അൺഫോർച്ചുനേറ്റ്ലി ഈ കേസിലെ പ്രതിക്ക്, അതായത് പെറ്റീഷണറിന് അനുകൂലമല്ല. അങ്ങനെയാണ് അവരുടെ അലിഗേഷൻ വന്നിരിക്കുന്നത്. അതുകൂടി നോക്കുമ്പോൾ ചിലപ്പോൾ കോടതികൾ ഇത് കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. ഓരോരുത്തരുടെ ക്യാരക്ടറും കണ്ടക്ടറും, അത് പ്രയർ ടു ദി ഇൻസിഡൻ്റ് ഉള്ള കണ്ടക്റ്റും സബ്സിക്വൻറ്റ് ടു ദി ഇൻസിഡൻ്റ് ഉള്ള കണ്ടക്റ്റും അദ്ദേഹത്തിന് എത്രത്തോളം ഈ വിറ്റ്നസസിനെ സ്വാധീനിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്, ഏതൊക്കെ പാരഫെർനലിയസോ ഏതൊക്കെ മിഷനറീസോ വെച്ചിട്ട് സ്വാധീനിക്കാൻ പറ്റും, ഇതെല്ലാം നോക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു ചെറിയൊരു ടഫ് കേസാണെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. ഡിലേ ഉണ്ട്. ഡിലേ ഉള്ളത് പലപ്പോഴും സുപ്രീം കോടതി ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് മിസ്യൂസ് ചെയ്യേണ്ട ഒരു സെക്ഷനല്ല, മിസ്യൂസ് ചെയ്യപ്പെടാതെ നോക്കേണ്ടി വരും. പക്ഷേ നമ്മൾ നമ്മുടെ ഇന്നത്തെ സൊസൈറ്റിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എത്ര കേസിലുണ്ട് ഡിഫൻസിന് വേണ്ടിയിട്ട് ഒഫൻസ് നിൽക്കില്ല എന്ന് വാദിക്കുമ്പോൾ പോലും എത്ര പേര് ഇത് തുറന്നു പറയാൻ ഇങ്ങനെ ഇഷ്യൂസ് വരാനും അത് തുറന്ന് പറയാനുമുള്ള സാഹചര്യങ്ങളുണ്ട്. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കംപ്ലൈൻറ്റ് വരുന്ന സാഹചര്യത്തിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ഹരാസ് ചെയ്യുന്ന ഒരു പ്രവണത നമ്മൾ കാണുന്നുണ്ട്. ഇദ്ദേഹം നേരിട്ടായിരിക്കും, ഞാൻ പറയുന്നില്ല ഇദ്ദേഹം ചെയ്തതാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഫാൻ ഫോളോയിങ് എന്ന് പറയുന്ന ആൾക്കാർ കണ്ടമാനം ഹരാസ് ചെയ്യുന്ന സാഹചര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ സാഹചര്യങ്ങളിൽ ഓരോ കാര്യങ്ങളും പറയുന്നത് ഈ ഇവരുടെ പ്രൈവസിയിലേക്ക് ഹനിക്കുന്ന രീതിയിലേക്ക് പോകുന്ന. ഇന്നുണ്ടായിട്ടുള്ള ഒരു കാര്യം, പരാതിക്കാരിയുടെ വിവാഹ ഫോട്ടോ വ്യാപകമായി ഫേസ്ബുക്കിൽ നിന്ന് എടുത്ത് ഷെയർ ചെയ്യപ്പെട്ടു. വ്യാപകമായി ഈ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന വിധത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പരാതിക്കാരി വലിയ മാനസിക സമ്മർദ്ദത്തിൽ, ഓൾറെഡി ട്രോമയിലായിരുന്നു, അത് കൂടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒപ്പം വിവിധ മാധ്യമങ്ങളിലൂടെ, ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ, യൂട്യൂബ് ചാനലുകളിലൂടെ, പേജുകളിലൂടെ ഒക്കെ നടത്തുന്ന അതിഭീകരമായ ക്യാരക്ടർ അസാസിനേഷൻ, ഇതെല്ലാം ആ പരാതിക്കാരി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പരാതി കൊടുത്തു എന്ന ഒറ്റപ്പേരിൽ ഇത്രമേൽ ഹരാസ് ചെയ്യപ്പെടുന്നു എന്ന സാഹചര്യം കോടതിയിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുമോ? അങ്ങനെ ചെയ്യപ്പെട്ടാൽ അതിന്റെ ലീഗൽ ഇംപ്ലിക്കേഷൻസ് എന്താണ്? ഉറപ്പായിട്ടും അത് ഹൈലൈറ്റ് ചെയ്യപ്പെടും. അത് നോക്കുമ്പോഴത്തേക്കും ആരാണിത് ചെയ്തത് എന്നുള്ളതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമായിരിക്കും. ഏത് രീതിയിലാണ്, ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് അത് വരാനുള്ള സാധ്യതകളുണ്ടായി, ആരാണ് ഇത് മിസ്യൂസ് ചെയ്തത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഫസ്റ്റ് വരേണ്ട സാഹചര്യം ഈ പെറ്റീഷണറിന് അഗൻസ്റ്റ് ആയിട്ട്, അതായത് അക്യൂസിന് അഗൻസ്റ്റ് ആയിട്ടുള്ള സാധ്യതകളാണ്. അതിൻ്റെ യൂസ് വരുന്നത് അക്യൂസിനായത് കൊണ്ടിട്ട് അദ്ദേഹത്തിന് എതിരെയാണ് പോകാനുള്ള സാധ്യതകളുള്ളൂ. എന്നിരുന്നാൽ കൂടി അക്യൂസിന് കാണിച്ചു കൊടുക്കാൻ പറ്റും കോടതിയിൽ, ഇദ്ദേഹത്തിൻ്റെ ഡിഫൻസിനെ പൊളിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വിഭാഗം ആൾക്കാരാണിത് ചെയ്യുന്നത് എന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റിയാൽ, അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അവരതിലേക്കൊക്കെ പോകുമെന്ന് എനിക്കറിയില്ല. കാരണം പലപ്പോഴും പല അഡ്മിഷൻസും ബെയിൽ ആപ്ലിക്കേഷൻസിൽ തന്നെ കണ്ടുകൊണ്ടിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്.
അങ്ങനെയുള്ള എഴുതി കൊടുത്ത സാഹചര്യങ്ങളിൽ ഇതിനു മുമ്പും ഉള്ള ഇദ്ദേഹത്തിൻ്റെ അങ്ങനെ വരുമ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ഇതിനു മുമ്പുള്ള ആറ്റിറ്റ്യൂഡും നമ്മൾ കാണേണ്ടി വരുന്നത്. അദ്ദേഹം ഏത് രീതിയിലാണ് ഈ ഇഷ്യൂവിനെ അപ്രോച്ച് ചെയ്തത്, ആ ഇഷ്യൂവിനെ കംപ്ലൈൻറ്റ് വരുന്നതിന് മുമ്പ് പേഴ്സണിനെ ഡീൽ ചെയ്തത്, അത് ഈ ഇൻഡിവിജ്വലിനെ ഡീൽ ചെയ്തത് എങ്ങനെയാണ്, അതിനുശേഷം ഇപ്പോൾ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. ഡിഫൻസിനെ പൊളിക്കാൻ വേണ്ടിയിട്ട് ഇതൊരു മാസ് അറ്റാക്ക് ആയിട്ട് ഒരു കോർണർ ചെയ്യുന്ന രീതിയിലേക്ക് വരികയാണോ എന്നുള്ളതും കോടതിയിൽ കാണിച്ചു കൊടുക്കാനുള്ളൊരു സാഹചര്യം അക്യൂസിന് ഉണ്ടായാൽ ചിലപ്പോൾ അത് അദ്ദേഹത്തിന് ദോഷത്തെക്കാട്ടിലേറെ ഗുണം ചെയ്യാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ നമുക്ക് നോക്കാൻ പറ്റുന്നത്, ഞാൻ കൂടുതൽ ഇതിലേക്ക് നമുക്ക് കോടതിയാണ് നോക്കേണ്ടത്, അതുകൊണ്ട് അതിലേക്ക് എനിക്ക് അഭിപ്രായം ഇദ്ദേഹത്തിന്റെ കോണ്ടക്ട് വാസ് നോട്ട് വെരി വെൽക്കമിങ്. യെസ്, അത് ഒരു ഘടകമായേക്കാം. അക്യൂസ്ഡിനെ അനുകൂലിക്കുന്ന ആളുകളാണ് വ്യാപകമായ വിധത്തിൽ ക്യാരക്ടർ അസാസിനേഷൻ, ഈ പരാതിക്കാരിയുടെ ക്യാരക്ടർ അസാസിനേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത് കേൾക്കുന്ന ആളുകൾ അക്കാര്യത്തിലൊരു ബോധം കാണിച്ചാൽ കൊള്ളാം എന്നുള്ളതേ പറയാനുള്ളൂ. ശ്രീ PMR ഷോ, കേരള പോലീസ് കഴിഞ്ഞ 3 ദിവസമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മിനിയാന്ന് 5:15 വരെ കണ്ണാടിയിൽ ഉണ്ടായിരുന്നു, അതിനുശേഷം MLA ഓഫീസിലേക്ക് പോയി, അതിനുശേഷം കാണാനില്ല എന്നുള്ളതായിരുന്നു പരാതിയുണ്ട്. പോലീസിന് മൂക്കിന് താഴെ കൂടി തിരുവനന്തപുരത്ത് വന്ന് വഞ്ചൂരിൽ വക്കീൽ ഓഫീസിലെത്തി വക്കാലത്തൊപ്പിട്ട് മടങ്ങി. എവിടെ എന്ന് പോലീസിന് അറിയില്ല. പോലീസിന് അറിയാത്തതാണോ, പോലീസ് കണ്ടുപിടിക്കണ്ട എന്ന് വിചാരിച്ചതാണോ? ഇല്ല, നിലവിൽ അന്വേഷണ സംഘം കൃത്യതയോടുകൂടി തന്നെ ഈ പരാതിയുടെ പുറത്തുള്ള അന്വേഷണവും മറ്റ് നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ബോധ്യം. ഇനി അങ്ങനെയല്ല എന്ന് സ്ഥാപിക്കാൻ പാകത്തിലേക്കുള്ള വിവരങ്ങളൊന്നും ഈ ഘട്ടം വരെ നമ്മുടെ മുൻപിലില്ലല്ലോ. കൃത്യമായി തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയും തുടർ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയും ഏറ്റവും പഴുതടച്ച് തന്നെ അതിൻ്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്. ഏറ്റവും നീതിപൂർവമായി തന്നെ ഇദ്ദേഹം ശിക്ഷിക്കപ്പെടുന്ന നിലയുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഘട്ടത്തിൽ കേരളത്തിനകത്തെ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യരും ആഗ്രഹിക്കുന്നത്. സർക്കാരും അന്വേഷണ സംവിധാനവും ആ നിലയിൽ തന്നെ മുന്നോട്ട് പോകും. എല്ലാ വിധത്തിലുള്ള ഉറപ്പും പിന്തുണയും പരാതി കൊടുത്തിട്ടുള്ള അതിജീവിതയ്ക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന നിലയുണ്ടായിട്ടുണ്ട്. പരാതി ലഭ്യമായ സാഹചര്യത്തിൽ സ്വാഭാവികമായും അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒരാശങ്ക നമ്മൾ ഈ ഘട്ടത്തിൽ ഉയർത്തേണ്ടതില്ല. സന്ദർഭത്തിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട ആശങ്കയല്ല, ഇപ്പൊ 2 ഘടകങ്ങളാകാം ഷെയർ ഷോ. ഒന്ന്, ഈ മുൻകൂർ ജാമ്യം കൊടുത്താൽ മുൻകൂർ ജാമ്യത്തിലൊരു തീരുമാനമാകട്ടെ എന്ന് വെച്ച് വെയിറ്റ് ചെയ്യാം. അങ്ങനെ വേണം എന്ന് നിഷ്കർഷയൊന്നും ഇല്ലെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ട്, അങ്ങനെ കീഴ്വഴക്കമായി ചെയ്യാറുണ്ട്. അതാണോ, അതോ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇലക്ഷൻ നടക്കാൻ പോവാണല്ലോ, തദ്ദേശ തെരഞ്ഞെടുപ്പ് 2 ദിവസമായി നടക്കാൻ പോവാണ്, അപ്പോൾ ഇലക്ഷന് തൊട്ട് മുമ്പ് ഒരു അറസ്റ്റ്, ഒരു ഷോ ഡൗൺ, അങ്ങനെയാണോ എന്ന് സംശയിക്കാം. എന്തുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ ഈ പ്രതിയെ കാര്യമായി അന്വേഷിക്കാത്തത് എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള സംശയം. അല്ല, അതിനകത്ത് ഇതൊരു രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി മാറ്റേണ്ടുന്ന ഒരു ഇൻസിഡൻ്റ് ആയിട്ട് എന്തായാലും ഇടതുപക്ഷം ഈ ഒരു വിഷയത്തെ കാണുന്നില്ല. മറിച്ച് പഴുതടച്ച്, ഞാൻ നേരെ സൂചിപ്പിച്ചു, പഴുതടച്ച് ഒരു നിലയ്ക്കും ഇദ്ദേഹത്തിന് രക്ഷപ്പെടാൻ പഴുതുകളില്ലാത്ത വിധത്തിൽ തന്നെ ഈ കൊടും കുറ്റവാളിയെ പൂട്ടണം എന്ന കാഴ്ചപ്പാടോടുകൂടെ തന്നെ വ്യക്തമായ നിയമോപദേശങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. അത് അറസ്റ്റ് ചെയ്യേണ്ടുന്ന വളരെ കൃത്യതയുള്ള സമയത്ത് തന്നെ ആ അറസ്റ്റ് ഉണ്ടാകുമെന്നും അദ്ദേഹം ജയിലഴിക്കകത്തേക്ക് പോകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളൊക്കെ ഉള്ളത്. അല്ലാതെ ഈ ഒരു ഗൗരവ സ്വഭാവത്തിലുള്ള ഇൻസിഡന്റിനെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയുള്ള ഒന്നാക്കി മാറ്റുക എന്ന കാഴ്ചപ്പാടോ അത്തരത്തിലുള്ള അഭിപ്രായം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചോ കേരളത്തിനകത്ത് അധികാരത്തിലുള്ള ഗവൺമെന്റിനെ സംബന്ധിച്ചോ ഇല്ല. അതിനോടൊപ്പം സൂചിപ്പിക്കേണ്ടുന്ന വളരെ ചുരുക്കിയ 1-2 കാര്യങ്ങൾ. നിലവിൽ കോൺഗ്രസിന്റെ പ്രതിനിധി ഉൾപ്പെടെ അവരുടെ സംഘടനാപരമായിട്ടുള്ള പല കാര്യങ്ങളും പ്രതിപാദിച്ചു പോകുന്ന നിലയുണ്ടായി. ഇന്ന് അടക്കമുണ്ടായിട്ടുള്ള ചില ഇൻസിഡൻസ് അവതാരകനും സൂചിപ്പിച്ച് പോകുന്ന നിലയുണ്ടായി. നിലവിലെ കോൺഗ്രസിന്റെ സ്ഥിതി, അവരതിനെ സംഘടനാപരമായി കോൺഗ്രസിന്റെ സ്ഥിതിയെ അല്ലെങ്കിൽ അവർ എത്തിപ്പെട്ടിട്ടുള്ള അവസ്ഥയെ അവരിപ്പോൾ വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മഹത്തായ ജനാധിപത്യ കാഴ്ചപ്പാട് എന്നുള്ളതാണ്. ഇത് മഹത്തായ ജനാധിപത്യ കാഴ്ചപ്പാടാണ്. ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് 2ആയി നിൽക്കുകയാണ്. ഒന്ന്, ഈ പറഞ്ഞ ഈ പെർവേർട്ടായിട്ടുള്ള സമൂഹത്തിൽ അടുപ്പിക്കാൻ കൊള്ളാത്ത പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗവും
ഇദ്ദേഹം ചെയ്തിട്ടുള്ളത് മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള ഇടപെടലാണ് എന്ന് അഭിപ്രായപ്പെടുന്ന മറ്റൊരു വിഭാഗവുമായിട്ട് കോൺഗ്രസ് മാറിയിരിക്കുകയാണ്. പരിതാപകരം എന്ന് പറയട്ടെ, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പെർവട്ടിനെ അനുകൂലിക്കുന്ന ആളുകളാണ് ഈ കോൺഗ്രസിനകത്തെ മഹാഭൂരിപക്ഷവും. ആ വിഭാഗമാണ് ഇന്ന് അധികം എന്നുള്ള അവസ്ഥയിലേക്ക് ഇവരെത്തി നിൽക്കുകയാണ്. നേരത്തെ വീക്ഷണം പത്രം, കോൺഗ്രസിന്റെ മുഖപത്രം ഇന്ന് രാഹുലിന് അനുകൂലമായി എഴുതിയ എഡിറ്റോറിയൽ ഉൾപ്പെടെയുള്ളവയെ സംബന്ധിച്ച് സൂചിപ്പിക്കപ്പെട്ട ഘട്ടത്തിൽ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞത് ഇതങ്ങനെ ഞങ്ങളൊരു പൊളിറ്റിക്കൽ സ്ക്രൂട്ടണിക്കൊന്നും വിധേയമാക്കുന്ന നിലയില്ല എന്നാണ് അവരുടെ മുഖപത്രത്തെ സംബന്ധിച്ച് അവരുടെ അഭിപ്രായം. വളരെ ബാലിശമായിട്ടാണ് ആ വാദത്തെ കാണാൻ വേണ്ടി കഴിയുക. ഏറ്റവും ചുരുങ്ങിയ പക്ഷം ഇവ KSUക്കാർ അധികാരത്തിൽ, അവർക്ക് യൂണിയൻ ഭരണമുള്ള കോളേജുകളിൽ അവർ പുറത്തിറക്കുന്ന മാഗസിനുമായി ബന്ധപ്പെട്ട് ആ മാഗസിൻ കമ്മിറ്റി അല്ലെ യൂണിറ്റ് കമ്മിറ്റിയെ പ്രിയപ്പെട്ട അനൂപ് ഒന്ന് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ നടത്തുന്ന, അവരുടെ കോളേജ് മാഗസിനകത്ത് നടത്തുന്ന സ്ക്രൂട്ടിനി എത്രത്തോളാണെന്നുള്ളത് ആ കുട്ടികൾ പറഞ്ഞു തരുന്നുണ്ടാകും. അവർ മുന്നോട്ട് വെക്കുന്ന പൊളിറ്റിക്കൽ ലൈനിന് വിരുദ്ധമായിട്ട് ഒരു വാചകം പോലും അതിൽ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ഉറപ്പുവരുത്തുന്നത്. അപ്പൊ ഇത് ഇവർ സ്ക്രൂട്ടിനി നടത്താത്തതിന്റെ ഭാഗമല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ രാഹുലിന് അനുകൂലമായിട്ടുള്ള വലിയൊരു വിഭാഗം, അത് വീക്ഷണം പത്രത്തിന്റെ മാനേജ്മെന്റിനകത്തടക്കം അതിന്റെ എഡിറ്റോറിയൽ പോളിസി നിർണ്ണയിക്കുന്നിടത്തടക്കം അവരാണ് ഭൂരിപക്ഷം കോൺഗ്രസിനകത്തുള്ളത് എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ്. ഇപ്പോ നേരത്തെ പറഞ്ഞു ഞങ്ങൾ വിശാല ജനാധിപത്യ പാർട്ടി ആയതുകൊണ്ട് പല അഭിപ്രായങ്ങൾ ഉണ്ടാവും. ഇതിപ്പോ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കകത്തും, ഇപ്പോൾ ഞങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനകത്തും വളരെ വിശാലമായിട്ടുള്ള ജനാധിപത്യ കാഴ്ചപ്പാടുണ്ട്. പക്ഷെ ഇതിനപ്പുറത്തേക്ക് വിവിധ അഭിപ്രായങ്ങൾ ഉണ്ടാകും. അഭിപ്രായത്തിനപ്പുറത്തേക്ക് പാർട്ടി ഒരു നിലപാടിലേക്ക് എത്തിയാൽ സ്വാഭാവികമായും ഏതും ജനാധിപത്യ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടിൽ ഒരു രാഷ്ട്രീയ ലൈനിൽ മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ആ നിലപാട് ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ സൂചിപ്പിച്ചല്ലോ, KPCCയുടെ പ്രസിഡന്റ് പറയുന്നതാണ് കോൺഗ്രസിന്റെ അവസാന വാക്ക്, അതാണ് നിലപാട്. ആ നിലപാട് സ്വീകരിച്ചതിന് ശേഷം വിവിധങ്ങളായിട്ടുള്ള കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ആ നിലപാടിൽ നിന്ന് വ്യതിചലിച്ച് ഈ വിധത്തിലേക്ക് ഇയാളെ അനുകൂലിക്കുന്ന സമീപനം സ്വീകരിക്കുന്നതിന് അനുഭവം നമ്മുടെ മുൻപിൽ ഉണ്ടാവുമല്ലേ? ഈ പറഞ്ഞ നേതാക്കൾക്കെതിരായിട്ടുള്ള അറ്റാക്കിലേക്ക് ഒന്നും ഞാൻ കിടക്കുന്നില്ല. അവസാനം അവതാരകൻ പറഞ്ഞൊരു അനുഭവമുണ്ട്. ഇന്ന് ഈ പറഞ്ഞ അതിജീവിതരുടെ ഫോട്ടോ ഉൾപ്പെടെ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു നില എന്നുള്ളത് അതിനോട് ചേർന്ന് നിൽക്കുന്ന, അങ്ങ് സൂചിപ്പിക്കാൻ വിട്ടുപോയ അനുഭവമുണ്ട്. അത് നിലവിലെ KPCCയുടെ ജനറൽ സെക്രട്ടറിയായി സമീപകാലത്ത് RSSന്റെ പാളയത്തിൽ നിന്നും വന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഷാഫി പറമ്പിന്റെയും ഏറ്റവും പ്രിയപ്പെട്ട അനുയായി ആയിട്ടുള്ള അവരുടെ സഹപ്രവർത്തകനായിട്ടുള്ള സന്ദീപ് വാര്യട്ടുള്ള പോസ്റ്റാണ്. അദ്ദേഹത്തിന്റെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇന്നയാളാണ് അതിജീവിത എന്ന് ആളുകൾക്കകത്തേക്ക് ഒരു എന്താ പറയുക ചൂണ്ടുവര ഇട്ടുകൊടുക്കുന്ന നിലയിലേക്ക്, വേട്ടയാടുന്നതിന് വേണ്ടി, കൊത്തിവലിക്കുന്നതിന് വേണ്ടി ഈ വിക്ടിമിനെ ഇട്ടുകൊടുക്കുന്ന നിലയിലേക്ക് ഒരു ഇടപെടൽ സന്ദീപ് വാര്യരുടെ ഭാഗത്തുണ്ടാകുകയാണ്. അദ്ദേഹം പണ്ട് സംഘപരിവാർ പാളയത്തിലായിരുന്നു. എന്താണോ RSSന്റെ മനുഷ്യത്വ വിരുദ്ധത, ആ മനുഷ്യത്വ വിരുദ്ധത ഇയാളുടെ ഉള്ളിൽ നിന്ന് പോയിട്ടില്ല എന്ന് പൊതുസമൂഹത്തിന് വ്യക്തമാകുന്ന നിലയിലേക്കുള്ള ഏറ്റവും നെറികെട്ട ഇടപാടിന് അവരുടെ KPCCയുടെ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായിട്ടുള്ള സന്ദീപ് വാര്യർ ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപാടുകൾ എത്രമേൽ ക്ലേശകരം, എത്രമേൽ നാണം കെട്ട നിലയിലാണ് ഇവർ വിഷയത്തെ സമീപിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന്റെ ഉദാഹരണമാണ്. ശരി ശരി ശ്രീ TP ജയചന്ദ്രൻ മാസ്റ്റർ, രാഷ്ട്രീയ പ്രേരിതമാണ്, രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നുള്ളതാണ് മുൻകൂർ ജാമ്യ ഹർജിയിലെ വാദം. എന്ന് മാത്രമല്ല, ഇത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ മുന്നേറ്റത്തെ തകർക്കാൻ വേണ്ടിയിട്ട് CPMന്റെയും BJPയുടെയും ഗൂഢാലോചന എന്ന ഒരു മട്ടിൽ കൂടി അത് വീക്ഷണം പറയുന്നു എന്നത് മാത്രമൊന്നുമല്ല, ഈ ജാമ്യ ഹർജിയിലും ഈ കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഇതിൽ ഒരു ഗൂഢാലോചന, രാഷ്ട്രീയ പ്രേരിതമായ ഗൂഢാലോചന ഉണ്ടോ? എന്ത് തോന്നുന്നു? അല്ല അഭിലാഷേ, അങ്ങനെ ഒരു ഗൂഢാലോചന ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ കേസിന്റെ മെറിറ്റുമായിട്ട് അതിനെന്താ ബന്ധം? നോക്കൂ, ഒരു ഈ ഫ്ലോറിൽ ഇരുന്നു കൊണ്ട് ഇത്തരം ഒരു ചർച്ച നടത്തുന്നതിൽ നിങ്ങൾക്കും എനിക്കും ലജ്ജ തോന്നേണ്ടതാണ് യഥാർത്ഥത്തിൽ. കേരളത്തിലെ ഒരു MLA ഈ രാഷ്ട്രീയ പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിൽ അദ്ദേഹത്തിൻ്റെ ലൈംഗിക വൈകൃതങ്ങളും അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യവുമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആ അർത്ഥത്തിൽ നിങ്ങൾ ചില ചോദ്യങ്ങളും ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ആ ചർച്ചയ്ക്കൊക്കെ ഒരു വ്യക്തമായ ഉത്തരവുണ്ട്. ഈ സംഭവം ഉയർന്നു വന്നപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന സൈക്കോപാത്ത് ആദ്യം പറഞ്ഞത് എന്താ? ഹൂ കെയേഴ്സ്? ഇത് ആരോടൊക്കെ ഉള്ള ചോദ്യമാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ അനുയായികളും ചോദിക്കുന്നു, ഹൂ കെയേഴ്സ് KPCC പ്രസിഡന്റ്? ഹൂ കെയേഴ്സ് ലീഡർ ഓഫ് ഒപ്പോസിഷൻ? ഹൂ കെയേഴ്സ് ദ ലോ ഓഫ് ഇന്ത്യ? ഞങ്ങൾക്ക് ആരെയും ഇക്കാര്യത്തിൽ കെയർ ചെയ്യാനില്ല. ഇതിനെതിരായി പ്രതികരിച്ച ലീഡർ ഓഫ് ഒപ്പോസിഷനെ അദ്ദേഹത്തിന്റെ സൈബർ ഗുണ്ടകൾ രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും നൽകാത്ത അത്രയും ഹീനവും നീചവുമായ തരത്തിലുള്ള ആക്രമണമല്ലേ നടത്തിയത്? വ്യക്തിപരമായി എന്തൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ഉണ്ണിത്താനെതിരെയും ഇതേ സൈബർ ആക്രമണം നടത്തിയില്ലേ? മാത്രമല്ല, ഇപ്പം ചിലർ വന്ന് കോൺഗ്രസിന്റെ നയമെന്ന് പറയുന്നു. നോക്കൂ, അദ്ദേഹത്തിന്റെ കൂടെയുള്ള കോൺഗ്രസിന്റെ മറ്റേതെങ്കിലും ഒരു വൈസ് പ്രസിഡന്റ്, മറ്റേതെങ്കിലും ആക്ടിംഗ് പ്രസിഡന്റുമാർ, വർക്കിംഗ് പ്രസിഡന്റുമാർ, ഇവരാരെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ ഇതുവരെ? അദ്ദേഹം പറഞ്ഞ സത്യമാണ് അഭിലാഷ. ഹൂ കെയേഴ്സ് ദിസ് കോൺഗ്രസ്?
ഹൂ കെയർസ് ദിസ് ലീഡർ ഓഫ് ഒപ്പോസിഷൻ? വെറുതെയാണോ ഇവർ ഇന്ത്യ രാജ്യത്ത് ഉപ്പുവെച്ച കലം പോലെ പുറകോട്ട് പോകുന്നത്? നോക്കൂ, കോൺഗ്രസിന്റെ വീക്ഷണത്തിന്റെ വാചകങ്ങൾ അഭിലാഷ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. രാഹുലിനെ കുറിച്ചാണ് അവർ സൂചിപ്പിക്കുന്നത്. രാഷ്ട്രീയ സർഗാത്മകത തുളുമ്പുന്ന നേതാവ്, പ്രജ്ഞാശേഷിയുള്ള ഒരു മനുഷ്യൻ. ഇതൊക്കെയാണോ എന്റെ കോൺഗ്രസ്സുകാർ പ്രതീക്ഷിക്കുന്ന രാഷ്ട്രീയ സർഗാത്മകതയും പ്രജ്ഞാശേഷിയും? മാത്രമല്ല വിത്തുഗുണം എന്നൊരു പരാമർശം കൂടിയുണ്ട്. വീക്ഷണത്തിന്റെ ഒക്കെ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് ഏതാണ് എന്നുള്ളത് തലയിൽ കൈവച്ച് ആലോചിക്കേണ്ടി വരുന്നൊരു സന്ദർഭമാണ്. അല്ല, ഒരു മാധ്യമത്തിന് എത്രമാത്രം അധപ്പതിക്കാമെന്ന് വീക്ഷണം, അതിനുള്ള വായനക്കാരുടെ എണ്ണം വെച്ചൊന്നും ഞാൻ അതിനെ വിശകലനം ചെയ്യുന്നില്ല അഭിലാഷേ, പക്ഷെ എത്രമാത്രം അധപ്പതിക്കാമെന്ന് ആ പത്രം കാണിച്ചു തരികയാണ്. നോക്കൂ, ഈ കേസിനെ കുറിച്ച് രാഹുൽ ഈ വിഷയത്തെ ഏതെങ്കിലും ഒന്നിനെ നിഷേധിക്കുന്നുണ്ടോ? രാഷ്ട്രീയമായിട്ട് അവരെ മറുപടി ഇരിക്കട്ടെ അഭിലാഷേ. ഈ പെൺകുട്ടിയോട് ഭർത്താവാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയെ ലൈംഗികമായി ക്ഷണിച്ചിട്ടില്ല എന്ന് പറയാൻ സാധിക്കുമോ? ഒരു MLA-യിൽ നിന്നും പ്രതീക്ഷിക്കുന്നതാണോ അഭിലാഷ ഇത്? ഭർത്താവുള്ള ഒരു സ്ത്രീക്ക് അദ്ദേഹത്തിന് ആ കുട്ടിയോട് ഗർഭിണിയാക്കി തരാമെന്ന വാക്കുകൾ അദ്ദേഹം പറഞ്ഞ് നിഷേധിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു മനുഷ്യത്വം അല്പമെങ്കിലും അപേക്ഷിച്ച ഒരു പുരുഷൻ ഒരു പെൺകുട്ടിയോട് വിവാഹത്തിന് മുമ്പ് അബദ്ധത്തിൽ ലൈംഗിക ബന്ധത്തിലൊക്കെ വന്നുപോയി നമുക്ക് സമാധാനിക്കാം. എനിക്ക് നിന്റെ ഒരു കുട്ടി വേണമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തുകയും ഉണ്ടായി കഴിഞ്ഞപ്പോൾ അബദ്ധത്തിലോ സുബദ്ധത്തിലോ ആവാം അതിൻ്റെ നഗ്ന ഫോട്ടോ പകർത്തുകയും ഏതെങ്കിലും ഒരു പുരുഷൻ ചെയ്യുമോ? താൻ ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയുടെ ഫോട്ടോ എടുത്ത് വയ്ക്കുമോ? അതൊന്നും അദ്ദേഹം ഈ ബെയിലിൽ നിഷേധിച്ചിട്ടില്ലല്ലോ. സത്യത്തിൽ എവിടെയാണ് ഞാൻ പറഞ്ഞത്? ഒരു MLA ആയിപ്പോയി എന്നുള്ളതും ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെ ഹസ്സനെ പോലെ നിരവധി ആളുകൾ ഉറപ്പിക്കുന്നു എന്നുള്ളതും ഇന്ത്യൻ രാഷ്ട്രീയവും കേരള രാഷ്ട്രീയവും നമ്മൾ അഭിമാനിക്കുന്ന രാഷ്ട്രീയം എങ്ങോട്ടാണ് നീങ്ങുന്നത് എന്നതിൻ്റെ ഏറ്റവും ലജ്ജാകരമായ പരിതാപകരമായ അവസ്ഥയല്ലേ കോൺഗ്രസ് എത്തിയിരിക്കുന്നത്? ഹൂ കെയേഴ്സ്? എനിക്കൊന്നും രാജ്യത്തെ നിയമം എനിക്ക് പ്രശ്നമല്ല, രാജ്യത്തെ പൗരത്വം, രാജ്യത്തെ മനുഷ്യത്വം എനിക്ക് വിഷയമല്ല, പെൺകുട്ടിയുടെ മാനാഭിമാനമോ ആരോഗ്യമോ അവരുടെ ഗർഭധാരണവുമായി ബന്ധപ്പെട്ട ശാരീരിക അസ്വാസ്ഥ്യമോ എനിക്ക് വിഷയമല്ല. അശാസ്ത്രീയമായ മരുന്ന് കഴിപ്പിച്ചുകൊണ്ട് പോലും അത് ഞാൻ എൻ്റെ അഭിമാന രക്ഷം. സാഹചര്യങ്ങൾ മാറുന്നു, എനിക്ക് എൻ്റെ അഭിമാനമാണ് വലുത്. ഇവരൊക്കെയാണോ നമ്മുടെ ജനാധിപത്യത്തിലെ ജനപ്രതിനിധികളായിട്ടും MLA-മാരായിട്ടും തിരഞ്ഞെടുക്കേണ്ടത്? എന്തുമാത്രം അധപ്പതിച്ചിരിക്കുന്നു ഈ കോൺഗ്രസ്. ശരി, അതാണ് BJP-യുടെ വിമർശനം. എനിക്ക് ഷനുവിയാർ, എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വത്തോട് ഹൂ കെയേഴ്സ് എന്ന നിലപാട് അണികൾ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ സ്വീകരിക്കുന്നത്? എന്തൊരു വലിയ സൈബർ ഹൂളിഗാനിസമാണ് നടക്കുന്നതെന്ന് ഒന്ന് ഓർത്തു നോക്കൂ. ഒരു പരാതി നൽകി എന്നതിൻ്റെ പേരിൽ ഒരു പെൺകുട്ടി വളഞ്ഞിട്ട് ആക്രമിക്കപ്പെടുകയാണ്, വ്യക്തിഹത്യയ്ക്ക്, സ്വഭാവഹത്യയ്ക്ക് വിധേയമാവുകയാണ്. അതിന് ഡോഗ് വിസിൽ നൽകാൻ നേതാക്കൾ തന്നെ വരുന്നു. ഞങ്ങൾ അതിജീവിതയ്ക്കൊപ്പമാണ് എന്ന് ചില നേതാക്കൾ എന്നിട്ട് അവകാശപ്പെടുകയും ചെയ്യുന്നു. പാർട്ടി മാധ്യമങ്ങൾ ചെയ്യുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ഇതെങ്ങോട്ടാണ് പോകുന്നത്? അഭിലാഷേ, അതിലേക്ക് ഞാൻ വരാം. അതിനു മുൻപ് ബഹുമാന്യനായ ആർഷോ CPM-നെ പ്രതിനിധീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞതെന്താ? കോൺഗ്രസിനകത്ത് പല നിലപാടുകളുണ്ട്, ഞങ്ങൾക്കുള്ളത് ഒറ്റ നിലപാടാണ്. എൻ്റെ ചോദ്യം, CPM-ന്റെ ഇത്തരം വിഷയങ്ങളിലുള്ള ആ ഒറ്റ നിലപാട് എന്താ? ആർഷോ പാലക്കാട് നിന്ന് വരുന്ന ആളല്ലേ? PK ശശിക്കെതിരെ ആരോപണം ഉണ്ടായ ഘട്ടത്തിൽ ശശിയുടെ തീവ്രത അന്വേഷിക്കാൻ പാർട്ടിക്കകത്ത് സംവിധാനമുണ്ടാക്കി അതിൽ തീർപ്പ് കൽപ്പിച്ച ആളുകളല്ലേ? അത് ഞങ്ങളുടെ നിലപാട് അതാണോ? ഞങ്ങൾ സ്വന്തമായ ഒരു അന്വേഷണ കമ്മീഷനിൽ വിശ്വസിക്കുന്നില്ലെന്നേ. ഞങ്ങൾ പറഞ്ഞു സംഘടനാപരമായി ഞങ്ങൾക്ക് സ്വീകരിക്കാവുന്ന നടപടികൾ ഞങ്ങൾ സ്വീകരിച്ചു. ഈ രാഹുലിനെതിരെ ആദ്യം ഇത്തരം ആരോപണം ഉയർന്ന ഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തെ രാഷ്ട്രീയമായ ഉത്തരവാദിത്തത്തിൽ നിന്ന് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി. പിന്നീട് അദ്ദേഹത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്നേ ഒഴിവാക്കി. കോൺഗ്രസ് രാഷ്ട്രീയം പറയണമെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ ഉണ്ടായിരിക്കണം. അതിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കി. ഞങ്ങൾ ഈ രാജ്യത്ത് നിയമ സംവിധാനത്തെ അനുസരിക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ അന്ന് പറഞ്ഞു ഇനി നടപടി സ്വീകരിക്കേണ്ടത് പോലീസാണ്, സർക്കാരാണ്. ഞങ്ങൾ ആ നടപടിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ നടപടിയിൽ ഞങ്ങൾ ഇടപെടുന്നില്ല, ആ നടപടിയെ ഞങ്ങൾ പ്രതിരോധിക്കുന്നില്ല, ആ നടപടിക്കെതിരെ ഞങ്ങൾ നിൽക്കുന്നില്ല. ഞങ്ങളുടെ നടപടിയെ മുന്നോട്ട് പോവുക. പിന്നെ ഒരു കാര്യം കൂടി, ഇവിടെ അഭിലാഷ് പറഞ്ഞ ഒരു കാര്യത്തിന് കൂടി വിശദീകരണം ആവശ്യമാണ്. ആ എക്കോ ഒന്ന് കുറയ്ക്കാൻ പറയണേ. എക്കോ വീണ്ടും എനിക്ക് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. ശ്രദ്ധിക്കൂ. പറഞ്ഞോളൂ. ഇവിടെ രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ കോൺഗ്രസ്സുകാർ പറയുന്ന കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവും ഉത്തരവാദിത്തപ്പെട്ട ഒരു അംഗവും അദ്ദേഹത്തിനെതിരെ പറഞ്ഞിട്ടില്ലെന്നേ.
പിന്നെ ചില പഴയ കാര്യങ്ങളൊക്കെ ചിലർ ഉയർത്തി കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട എന്താ, രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ സമാനമായ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിനെതിരെ ഒരു പരാതിയോ പരാതിക്കാരിയോ ഉണ്ടായിട്ടില്ല. രാജ്മോഹനെതിരെയാണ് ഹൽക്കൂട്ട് ആക്രമണം ഉണ്ടായത്. ഇന്ന് നമ്മളൊക്കെ സദാചാര പോലീസിംഗ് എന്ന് പറയുന്ന ഒരു പൊതുബോധത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അന്ന് അതിന്റെ ഏറ്റവും വലിയ ഇര എന്ന് പറയുന്നത് രാജ്മോഹൻ ഉണ്ണിത്താനാ. അല്ല, അനൂപ് പറഞ്ഞ കാര്യത്തോട് ഞാൻ 100% യോജിക്കുന്നു. ഒരു ആൾക്കൂട്ട ആക്രമണവും മോറൽ പോലീസിംഗുമാണ് രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ ഉണ്ടായത്. അത് പക്ഷെ നിങ്ങളുടെ സൈബർ അണികളെ ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നേ. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ഇവിടെ പ്രതിപക്ഷ നേതാവ് അടക്കം പറഞ്ഞത് എന്താ, ഒരാൾക്കൂട്ടം പറയുന്നതിനോട് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിക്ക് പ്രതികരിക്കേണ്ട ഒരു കാര്യമില്ലെന്നേ. പോരാളി ഷാജി പറയുന്നതിന്റെ ഉത്തരവാദിത്വം CPM ഏറ്റെടുക്കുമോ? ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയല്ലേ. ഞങ്ങളെ സംബന്ധിച്ച് പിന്നെ ഒരു കാര്യമുണ്ട്. ഇവിടെ ബഹുമാന്യനായ BJPയുടെ വക്താവ് എന്താ പറഞ്ഞത്, KPCC പ്രസിഡന്റ് പറയുന്നുണ്ട്, അത് വർക്കിംഗ് പ്രസിഡന്റുമാർ ഏറ്റു പറയുന്നത്. അങ്ങനെയൊന്നും ആവശ്യമില്ല. KPCC പ്രസിഡന്റ് പറഞ്ഞാൽ അത് വർക്കിംഗ് പ്രസിഡന്റുമാരും ജനറൽ സെക്രട്ടറിമാരും DCC പ്രസിഡന്റുമാരും ഏറ്റു പറയേണ്ട കാര്യമില്ല. KPCC പ്രസിഡന്റ് പറഞ്ഞാൽ അത് പറഞ്ഞതാണെന്നേ, അതാണെന്നേ പാർട്ടി. ഇപ്പൊ പാർട്ടി സെക്രട്ടറി CPMന്റെ ഒരു കാര്യം പറഞ്ഞാൽ എല്ലാ ദിവസവും വന്ന് സെക്രട്ടേറിയറ്റ് മെമ്പർമാരും PB അംഗങ്ങളും അത് ആവർത്തിക്കണോ? ഞങ്ങളെ സംബന്ധിച്ച് കേരളത്തിലെ പാർട്ടിയുടെ അവസാനത്തെ വാക്ക് എന്ന് പറയുന്നത് KPCC പ്രസിഡന്റാ. അതിനെതിരെ എന്ത് നിലപാടുണ്ടെങ്കിൽ ഹൈക്കമാൻഡ് പറയും. അത് എല്ലാ ദിവസവും വന്ന് VD സതീശനും ഈ പറയുന്ന രമേശ് ചെന്നിത്തലയും അല്ലെങ്കിൽ KC വേണുഗോപാലൊന്നും ആവർത്തിക്കേണ്ട കാര്യമില്ല. KPCC പ്രസിഡന്റ് പറയുന്ന പാർട്ടിയുടെ നിലപാടോടെ നിലനിൽക്കുക. പിന്നെ വീക്ഷണത്തിന്റെ കാര്യം പറഞ്ഞു. വീക്ഷണത്തിൽ മുമ്പും അത് സംഭവിച്ചിട്ടുണ്ടെന്ന്. വീക്ഷണത്തിൽ അത് മുമ്പും സംഭവിക്കുകയും മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്യുകയും ചെയ്തതാ. അത് സംഭവിക്കാമോ എന്ന് ചോദിച്ചാൽ സംഭവിക്കാൻ പാടില്ല എന്നതിന് അഭിപ്രായം. അതിനകത്ത് നിന്ന് മെഴുകുന്നൊന്നുമില്ല. സംഭവിക്കാൻ പാടില്ലാത്തതാണെന്ന് KPCC പ്രസിഡന്റ് പറഞ്ഞാൽ അതിലും വലിയ അഭിപ്രായം ഈ ചാനലിൽ എന്ന് പറയുന്നത് എനിക്കുണ്ടോ? KPCC പ്രസിഡന്റ് പറഞ്ഞു, അതിന്റെ മാനേജിംഗ് ഡയറക്ടർ പറഞ്ഞു, സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യം സംഭവിച്ചു, അതൊരു തെറ്റാണെന്നേ. അതിനെക്കുറിച്ച് ഇന്റേണൽ ആയാലും നടപടി എടുക്കേണ്ടത് അത് ബന്ധപ്പെട്ടവർ അതെടുത്തോളും. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ ഒറ്റ നിലപാടാണ്. ഞാൻ പറഞ്ഞില്ലേ, അല്ല, ഞാനതൊന്ന് പൂർത്തീകരിക്കട്ടെ. ഇവിടെ ഇതിന്റെ ആദ്യഘട്ടത്തിൽ ഇത്തരം ഒരു പരാതി വരുമ്പോൾ ഒരു ലിഖിതമായ പരാതിയോ ഒരു ഇരയോ മുൻപിൽ വരാഞ്ഞിട്ട് പോലും ഞങ്ങൾ അതിന്റെ ഗൗരവം മനസ്സിലാക്കി. കേരള രാഷ്ട്രീയത്തിൽ സമീപകാല ചരിത്രത്തിൽ ഇല്ലാത്ത വിധത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അതുവരെ വലിയ സ്വീകാര്യതയുള്ള ഒരു ചെറുപ്പക്കാരനെ ഞങ്ങളങ്ങ് മാറ്റുകയാണ്. അത് ഞങ്ങളോട് വാചകം, അത് എക്സ്പ്ലനേഷൻ ആവശ്യമുള്ള വാചകമാണ്. ഗൗരവം മനസ്സിലാക്കി. രമേശ് ചെന്നിത്തല, മുൻ KPCC പ്രസിഡന്റ്, കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ്, ഇന്നലെ പറഞ്ഞ എന്താ, അന്നത്തെ KPCC പ്രസിഡന്റിന് മുമ്പിലും പ്രതിപക്ഷ നേതാവിന് മുൻപിലും ധാരാളം പരാതികൾ വന്നിരുന്നു എന്നാണ്. ഒരു പരാതി ഒന്നെന്നല്ല, 2 പരാതി ഒന്നെന്നല്ല, ധാരാളം പരാതികൾ. അപ്പോ ഒരു MLA ആയ പാർട്ടിയുടെ ഒരു പ്രോമിസിംഗ് ലീഡർക്കെതിരെ ധാരാളം പരാതികൾ, ഐ റിപ്പീറ്റ്, ധാരാളം പരാതികൾ KPCC പ്രസിഡന്റിനും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനും കിട്ടിയിട്ട് എന്ത് നടപടിയാണ് എടുത്തത് സാർ ആ സമയത്ത്, ആ ഘട്ടത്തിൽ? അല്ല അഭിലാഷ്, അല്ല ഞാൻ പറയാന്നേ, ഞാൻ ആ വാക്ക് താങ്കൾ പറഞ്ഞ കാര്യം ശരിയാണ്, ഞാനത് അഡ്മിറ്റ് ചെയ്യാണ്. ആ പരാതികളുടെ സ്വഭാവം എന്തായിരുന്നു? പരാതിക്കാരികൾ പോലും, പരാതി ഉന്നയിച്ച ആളുകൾ പോലും ഇതൊരു വ്യവഹാരത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കാതിരിക്കുമ്പോൾ ഒരു സംഘടനയ്ക്ക് എന്താ ചെയ്യാൻ കഴിയുക? ആ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് അതിനത് സംഘടനാപരമായി നടപടിയെടുക്കുക. പരാതിക്കാരികൾ എന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് കേസുമായി പോകാൻ താല്പര്യമില്ല. പരാതി ഉന്നയിച്ച വ്യക്തി തന്നെ പരസ്യമായി പറഞ്ഞത് എന്താ, ഞാൻ ഇപ്പോഴും ഈ പറയുന്ന വ്യക്തി എൻ്റെ സുഹൃത്താണ്, അദ്ദേഹത്തെ കറക്റ്റ് ചെയ്യണം, അദ്ദേഹം നവീകരിക്കപ്പെടണം. അങ്ങനെ പറയുമ്പോൾ ഒരു സംഘടനയ്ക്ക് ഈ പരാതി പോലീസ് സ്റ്റേഷനിൽ കൈമാറാൻ പറ്റുമോ? ഇവിടെ CPMന്റെ സമീപനം അല്ലാന്നേ. ഞങ്ങൾ പരാതി ഉണ്ടായിട്ടും സംഘടനാപരമായി ഒത്തുതീർക്കാനല്ല ശ്രമിച്ചത്. ഞങ്ങൾ ഈ പരാതിക്കാരികൾ ഞങ്ങളോട് പറഞ്ഞു ഇതിങ്ങനെ ചില വിഷയങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ഞങ്ങൾ അതിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട്, അടിവരയിട്ട് തന്നെയാണ് പറയുന്നത്, ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് അതിനോട് നടത്തിയ ആദ്യ പ്രതികരണം എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയെന്ന് മാത്രമല്ല, 2 ദിവസത്തിനുള്ളിൽ അയാളെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്ന് ഒഴിവാക്കി എന്ന് പറയുമ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയം പറയാൻ കഴിയുന്ന ലക്ഷക്കണക്കിന് പ്രാഥമിക അംഗങ്ങളിൽ അയാളില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതുപോലൊരു നിലപാട് സമീപകാല ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി സ്വീകരിച്ചിട്ടില്ല. പക്ഷേ അതല്ലല്ലോ നമ്മള് പാലക്കാട് കണ്ടത്. പാലക്കാട്ടെ ഓൾ ഇൻ ഓൾ ആയി കോൺഗ്രസിന്റെ UDFന്റെ ആത്മാവും ശരീരവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ നിൽക്കുന്നതാണ്. മുഴുവൻ ഷോയും രാഹുൽ മാങ്കൂട്ടത്തിലേതായിരുന്നു. പാർട്ടിക്ക് അതിൽ അറിവുണ്ടായിരുന്നോ ഇല്ലയോ അങ്ങനെയൊക്കെ പറയാൻ കഴിയുമോ എനിക്കറിയില്ല. രാഹുൽ ആയിരുന്നു പാലക്കാട്ടെ കോൺഗ്രസ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ മുഖം രാഹുൽ ആയിരുന്നു. എനിക്ക് ഉത്തരണ്ടേ, ഞങ്ങൾ ഈ നടപടി സ്വീകരിച്ചതിന് ശേഷവും അയാൾക്കെതിരെ ഒരു പോലീസ് സ്റ്റേഷനിലും കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ല, അയാൾക്കെതിരെ പരാതി ഉന്നയിക്കപ്പെടുന്നില്ല. ഈ സംഘടനാപരമായി പോലും വലിയ വിമർശനങ്ങൾ ഉയരുക.
ഒരു പരാതി ഇല്ലാത്ത ഒരാളെ മാറ്റി നിർത്തണോ എന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് പോലും ഞങ്ങൾ സംഘടനാപരമായ നടപടി ഞങ്ങൾ പിൻവലിച്ചിട്ടില്ല. അപ്പോൾ പ്രാദേശികമായി ചില ആളുകളൊക്കെ ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ആവശ്യപ്പെടുകയും വോട്ടർ സ്ലിപ്പ് കൊടുക്കാൻ അല്ലെങ്കിൽ വോട്ടർമാരെ സമീപിക്കാൻ വരികയും ചെയ്യുമ്പോൾ ആ സാഹചര്യം എങ്ങനെയാണ്? ഇപ്പോൾ സാഹചര്യം മാറി, പരാതി കൊടുക്കപ്പെടുന്നു. ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞത് എന്താ, ഞങ്ങൾ എടുക്കേണ്ട നടപടി സ്വീകരിച്ചു. ഇനി നടപടി സ്വീകരിക്കേണ്ട കേരളത്തിലെ പോലീസിംഗ് സംവിധാനമാണ്, പരാതിക്കാരാണ്. ഇപ്പോൾ ആ കോണ്ടെക്സ്റ്റ് മാറിയ കോണ്ടെക്സ്റ്റിൽ ഞങ്ങൾ മാറി. ശരി, മാറിയ കോണ്ടെക്സ്റ്റിൽ ഞങ്ങളും മാറി എന്നാണ് കോൺഗ്രസ് പറയുന്നത്. ഓക്കെ, ഫൈൻ, ശരി. അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ, ഇവിടെ ഇപ്പോൾ ധാരാളം പരാതികൾ എന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഓൺ റെക്കോർഡ് പറഞ്ഞതാണ്. പക്ഷേ ഈ ധാരാളം പരാതികൾ എന്ന് പറയുമ്പോൾ അതൊരു ഇന്റേണൽ ആയിട്ടുള്ള പരാതി മാത്രമാണ്. പുറത്ത് നിയമ സംവിധാനത്തിന് മുമ്പിൽ, പോലീസിന് മുമ്പിൽ കംപ്ലൈന്റ് ഫയൽ ചെയ്യാനോ മൊഴി കൊടുക്കാനോ സഹകരിക്കാനോ ഒന്നും ആളുകൾ തയ്യാറാവുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ മൾട്ടിപ്പിൾ മിസ്കണ്ടക്ട് അലിഗേഷൻസ് അങ്ങനെ ഉണ്ട് എന്ന് പറയുന്നതിനപ്പുറത്ത് ലീഗലി ഏതെങ്കിലും തരത്തിൽ അത് വാലിഡ് ആവുമോ, അത് ഉന്നയിക്കപ്പെട്ടതുകൊണ്ട് കാര്യമുണ്ടോ? അതിലേക്ക് അന്വേഷണം പോകുന്നതിന് ബുദ്ധിമുട്ടില്ല. പിന്നെ അന്വേഷണം പോവാം, അവരെ വിറ്റ്നസ്സസ് ആക്കാം. ഈ പല സ്ഥലങ്ങളിൽ സമയങ്ങളിൽ പല രീതിയിലുള്ള ചില സെക്ഷൽ ഇൻ്റർകോഴ്സസ് ചിലപ്പോൾ വെറും അലിഗേഷൻസ് മാത്രമായിരിക്കും, ചിലപ്പോൾ മൊളസ്റ്റേഷൻസ് മാത്രം നടന്നിട്ടുണ്ടാവും. ഇതെല്ലാം പല രീതികളിലുള്ള ഒഫൻസസ്, ചിലപ്പോൾ ഒഫൻസസ് നടക്കാതെ വെറും പരാതികൾ മാത്രം, അതായത് അലിഗേഷൻസും ഒരു ഡിഫേമേറ്ററി സ്റ്റേറ്റ്മെൻറ്റ്സ് മാത്രമായിരിക്കാം ചിലപ്പോൾ. എന്നിരുന്നാൽ കൂടി ഒരു കോഗ്നൈസബിൾ ഒഫൻസസ് മേക്ക് ഔട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള ഇൻഫർമേഷൻ വന്നാൽ അതിലേക്ക് അന്വേഷിക്കുന്നതിൽ നിന്ന് പോലീസിനെ നമുക്ക് റെസ്ട്രെയിൻ ചെയ്യാൻ പറ്റില്ല. അവർക്കത് അന്വേഷിക്കാം, പരാതികൾ രജിസ്റ്റർ ചെയ്യാം. ഇത് പിന്നീട് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ എന്നുള്ളതെല്ലാം, അതിനെക്കുറിച്ച് ഇൻഫർമേഷൻസ് പോലീസിന് പോലും കൊടുക്കണോ എന്നുള്ളതെല്ലാം ഒരു വിക്ടിമിൻ്റെ റൈറ്റ്സ് കൂടിയാണ്. അവർക്ക് അവരുടെ പ്രൈവസീനെ വയലേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ലായിരിക്കും. ഏതോ സാഹചര്യത്തിൽ ഇത് വന്നു എന്ന് പറയുന്നത് തന്നെ, പല കംപ്ലയിൻറ്റ്സ് വന്നിരുന്നു എന്ന് പറയുന്നത് തന്നെ സത്യത്തിലൊരു ഡാമേജിങ് ആണ്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ സംബന്ധിച്ച് അത് ഡാമേജിങ് തന്നെയാണ്. അതെല്ലാം അന്ന് ഫോർവേഡ് ചെയ്ത് പോയിരുന്നെങ്കിൽ ഇത്രയും ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസ് പാർട്ടി വരില്ലായിരുന്നു. അത് പല സന്ദർഭങ്ങളിൽ, ഈ കേസിൽ മാത്രമല്ല കോൺഗ്രസ് പാർട്ടികളിലെ പല സന്ദർഭങ്ങളിലും, ഇൻക്ലൂഡിങ് ഞാൻ എവിഡൻസ് അടക്കമുള്ള കേസുകൾ അറ്റൻഡ് ചെയ്യേണ്ട സാഹചര്യം, എനിക്ക് പ്രിവിലേജ് കമ്മ്യൂണിക്കേഷൻസ് ആയതുകൊണ്ട് പറയാൻ പറ്റാത്തതുകൊണ്ട്, പല കേസുകളിലും കോൺഗ്രസ് പാർട്ടികൾ കമ്മിറ്റി കൂടുകയും ആ കമ്മിറ്റിയിൽ അന്വേഷണം വരികയും അത് അന്വേഷണം നടന്നിട്ട്, ഇൻക്ലൂഡിങ് പോക്സോ കേസസിലെ ഞാൻ പറയുന്നത്, ഒഫൻസസ് നടന്നിട്ടില്ല എന്ന് പറയുന്ന കമ്മിറ്റികൾ ഉണ്ടായിട്ടുണ്ട്. അത്രയും വളരെ മോശമായ രീതിയിൽ പലപ്പോഴും പല പാർട്ടികളും, കോൺഗ്രസ് മാത്രമല്ല പല പാർട്ടികളും ഈ രീതിയിൽ സമീപിച്ചിട്ട് അത് ശരിയായ രീതികളല്ല എന്നുള്ളതാണ്. ആ സമയങ്ങളിൽ കംപ്ലൈൻറ്റുകൾ ഫോർവേഡ് ചെയ്തു പോയിരുന്നെങ്കിൽ ഈ ഒരു ഡാമേജ് ഒരിക്കലും ഒരു പേഴ്സണോ, ഇപ്പോൾ സപ്പോസ് ഇദ്ദേഹം ഇതൊന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന വർത്തമാനങ്ങളെല്ലാം വെറുതെ ആവുമല്ലേ. അദ്ദേഹത്തിനെ നമ്മൾ ഈ MLA സ്ഥാനത്തിരിക്കുന്ന വളരെ മാന്യനായിട്ടുള്ളൊരു വ്യക്തിയെക്കുറിച്ചല്ലേ ഇതേപോലെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്ന സാഹചര്യങ്ങൾ നമുക്കുണ്ടായത്. അതുപോലും ഉണ്ടാവാൻ പാടില്ലായിരുന്നു. ആ കംപ്ലൈൻറ്റുകൾ കറക്റ്റ് സമയത്ത് ഫോർവേഡ് ചെയ്യപ്പെട്ടു. ഇനി നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആർക്കൊക്കെ കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യണമോ അവർക്കെല്ലാം അത് പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള സാഹചര്യങ്ങളും അതിനുള്ള ഒരു ധൈര്യവും കൊടുക്കാനുള്ളൊരു ബാധ്യത ഏത് പാർട്ടിക്കാണെങ്കിലും ഉണ്ട്. അത് ഫോർവേഡ് ചെയ്യപ്പെടേണ്ടതായിരുന്നു. അത് ചെയ്തില്ല എന്നുള്ളത് സത്യത്തിൽ ഒരു വൻ വീഴ്ചയാണ്. ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുമ്പോൾ ഭരണം പിടിക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ, ഏത് രീതിയിലാണ് സമൂഹം പോകേണ്ടത് എന്ന് നമ്മളെ കാണിച്ചു തരാനുള്ളൊരു ബാധ്യതയും ആ രീതിയിൽ സഞ്ചരിക്കാനുള്ളൊരു ബാധ്യതയും എല്ലാ പാർട്ടികൾക്കും ഉണ്ട്. അതിലൊരു വീഴ്ചയുണ്ടായാൽ സംശയമൊന്നുമില്ല, അത് ഏറെക്കുറെ ഡാമേജിലേക്ക് പോകുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ ഒരു കൃപ കൊണ്ട് തിരിച്ചു വരാനുള്ളൊരു സാഹചര്യമാണ് ഇപ്പം ഉണ്ടായതെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുക. അത് ഞാൻ എൻ്റെ സ്വന്തം ഒപ്പീനിയനിൽ നിന്ന് പറയില്ല, കോൺഗ്രസ് പാർട്ടിയിലെ തന്നെ പല ലീഡേഴ്സും പറഞ്ഞതിൽ നിന്ന് സാംശീകരിച്ച് ഞാൻ മനസ്സിലാക്കിയത് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. ശരി, തീർച്ചയായും. ഇവിടെ ശ്രീ ജേക്കബ് ജോർജ്, നമ്മൾ നേരത്തെ KPCC പ്രസിഡന്റിൻ്റെ അഭിപ്രായ പ്രകടനങ്ങളിലെ ആർജവക്കുറവിനെ കുറിച്ചോ അല്ലെങ്കിൽ വളരെ വോക്കലാവുന്നില്ല, വളരെ ടു ഡിപ്ലോമാറ്റിക് ഓർ ടു വീക്ക് എന്ന് പറഞ്ഞു. KPCC വർക്കിംഗ് പ്രസിഡന്റുമാരുടെ കാര്യം കൂടി നമ്മൾ പരിശോധിക്കണം. AP അനിൽകുമാറും ഷാഫി പറമ്പിലും PC വിഷ്ണുനാഥും KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റുമാരായിരിക്കുകയാണ്. ഒരക്ഷരം മിണ്ടിയിട്ടില്ല. KC വേണുഗോപാൽ പക്ഷത്തെ നയിക്കുന്നത് ഇപ്പോൾ ഈ വർക്കിംഗ് പ്രസിഡന്റുമാരാണ് എന്നുള്ളതാണ് രാഷ്ട്രീയ ഉപചാരകളിലെ വർത്തമാനം. അപ്പോൾ ഇവിടെ ഇപ്പോഴുള്ള നേതൃത്വം, VD സതീശൻ അടക്കമുള്ള നേതൃത്വം എന്തായാലും ഹൂ കെയേഴ്സ് എന്ന മട്ടിൽ പാർട്ടിയുടെ റാങ്ക് ആൻഡ് ഫയലിലും പാർട്ടി അണികൾക്കിടയിലും അങ്ങനെ ഒരു വികാരം ഉണ്ടാക്കുന്നതിൽ ഈ പറഞ്ഞ അടുത്ത
2026 കേരള ഓപ്പറേഷന് കെ സി വേണുഗോപാൽ നേതൃത്വം നൽകുന്ന ഓപ്പറേഷന് ഒരു പങ്കുണ്ടോ? അല്ല, അതിലേക്ക് വരാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ ചിലപ്പോൾ കാണുമായിരിക്കും. നമുക്കിപ്പോൾ അത് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. പക്ഷേ കെ സി വേണുഗോപാലിന് കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിലേക്ക് ഒരു കണ്ണുണ്ട്, കേരള രാഷ്ട്രീയത്തിൽ കണ്ണുണ്ട്. അത് കേരളത്തിലെ ഏറ്റവും വലിയ ഉയർന്ന പോസ്റ്റ് മുഖ്യമന്ത്രി കസേര തന്നെയാണ് അദ്ദേഹത്തിന് ആവശ്യം. അതിനുവേണ്ടി ഇത്ര കണ്ട് നീചമായ നികൃഷ്ടമായ ഒരു നിലപാട് അദ്ദേഹം സ്വീകരിക്കുമോ എന്ന് ഞാൻ അങ്ങ് പച്ചയ്ക്ക് വിശ്വസിക്കുന്നില്ല അഭിലാഷ്. കാത്തിരിക്കണം. കാരണം അദ്ദേഹം അതേക്കുറിച്ച് വ്യക്തമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവിടെ അഭിലാഷ് ഉപയോഗിച്ച വാക്ക് ധാരാളം പരാതികൾ, അത് രമേശ് ചെന്നിത്തല പറഞ്ഞതാണ്. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട അനു പറഞ്ഞത് ഗൗരവത്തോടു കൂടി കോൺഗ്രസ് കണ്ടു. പക്ഷേ ഗൗരവത്തോടു കൂടി കാണുന്ന ഇതാണോ ഗൗരവത്തിൻ്റെ അർത്ഥം? ഇത് വീക്ഷണത്തിൽ വന്ന എഡിറ്റോറിയൽ. എൻ്റെ വീട്ടിൽ വീക്ഷണം ഇല്ല, അധികം പൈസ ഇല്ലാത്തതുകൊണ്ടാണ് വരുത്താത്ത, അല്ല മുമ്പ് ഞാൻ വരുത്തുമായിരുന്നു. പക്ഷേ പത്രാഫീസുകളിലൊക്കെ ഉണ്ട്, മാതൃഭൂമിയിലുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ വീക്ഷണം പത്രം നമുക്കറിയാമല്ലോ. നമ്മളൊക്കെ പണ്ട് പള്ളിക്കൂടത്തിലോ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ കൈയെഴുത്ത് മാസിക നടത്തുമ്പോൾ അതിൻ്റെ എഡിറ്റർ എന്നൊരു സ്ഥാനമുണ്ട്, പത്രാധിപർ എന്നൊരു സ്ഥാനമുണ്ട്. ആ ഒരു സാധാരണ കൈയെഴുത്ത് മാസികയുടെ ഒരു എഡിറ്റർ കാണിച്ചിരുന്ന ശുഷ്കാന്തിയെങ്കിലും വീക്ഷണത്തിൻ്റെ പത്രാധിപർ കാണേണ്ടതല്ലേ? ആര് എഡിറ്റോറിയൽ എഴുതിയാലും അത് എഡിറ്ററുടെ വാക്കുകളാണ്, എഡിറ്ററുടെ ശബ്ദമാണ്, എഡിറ്ററുടെ സംസാരമാണത്. അവിടെയാണ് തെറ്റുപറ്റിയത്. അപ്പോൾ വീക്ഷണത്തിൻ്റെ ആ ഗൗരവം എവിടെ കിടക്കുന്നു? KPCC നേതൃത്വത്തിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ ഗൗരവം എവിടെ കിടക്കുന്നു? അതല്ലേ അനൂപെ നോക്കേണ്ടത്, അതല്ലേ പ്രധാനപ്പെട്ട കാര്യം. ഇനി ധാരാളം നമുക്കൊക്കെ അറിയാം, എത്രയോ മാസങ്ങളായി KPCC അധ്യക്ഷന്, KPCC നേതൃത്വത്തിന്, എന്തിന് കേന്ദ്ര ഹൈക്കമാൻഡിന് എത്ര പെൺകുട്ടികളുടെ, പ്രതിപക്ഷ നേതാവിന് പരാതി കിട്ടി. ഈ പെൺകുട്ടികളിൽ അനൂപേ കേട്ടോ, ഈ പെൺകുട്ടികളിൽ 1-2 പേരെങ്കിലും കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രധാന നേതാക്കളുടെ മക്കളാണ്. ഓർക്കണം, ഈ നേതാക്കൾ VD സതീശൻ പ്രതിപക്ഷ നേതാവിനെ നേരിട്ട് കണ്ട പരാതി കൊടുത്തിട്ടില്ലേ? അനൂപിന് അറിയാമോ? അനൂപ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അത്ര കർശനമായിരുന്ന നിലപാട് VD സതീശൻ എടുത്തത്. കടലിരമ്പി വന്നാലും എൻ്റെ നിലപാടിൽ നിന്ന് മാറില്ല എന്ന് VD സതീശൻ പറയാൻ കാര്യം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അപ്പോഴും മാറ്റൊലികൊണ്ടിരുന്ന പരാതിക്കാരുടെ ശബ്ദമാണ്. ആരുടെ പരാതി? ആ പെൺകുട്ടികളുടെ രക്ഷിതാക്കളുടെ പരാതി. KPCC നേതൃത്വത്തിന് പോലും, നേതാക്കളുടെ മക്കളെ പോലും ഈ മനുഷ്യൻ വെറുതെ വിട്ടില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ മനുഷ്യൻ്റെ വ്യാപാരം എത്ര വിപുലമായിരുന്നു, വ്യാപകമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതാണ് അതിൻ്റെ ഗൗരവം. ആ ഗൗരവം മനസ്സിലാക്കാൻ ഇന്ന് വീക്ഷണത്തിൻ്റെ എഡിറ്റോറിയൽ എഴുതിയ ആ മാന്യദേഹത്തിന് പോലും കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അയ്യോ കഷ്ടം എന്നല്ലേ പറയേണ്ടു അനൂപ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ശരി, ശ്രീ PMR ഷോ, ഇപ്പോൾ നിയമപരമായുള്ള മുന്നോട്ട് പോക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ. ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ചു, ശരിയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒന്ന് ഇത് രാഷ്ട്രീയ പ്രേരിതം എന്ന ഒരു ഡിഫൻസ് ഇതിനോടകം തന്നെ മുൻകൂർ ജാമ്യ ഹർജിയിൽ മുന്നോട്ട് വെച്ചിരിക്കെ സൂക്ഷ്മമായി നീങ്ങേണ്ട ഒന്നാണ്. അപ്പോൾ ആ ഗൗരവത്തിൽ ഇതിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ടോ? നമുക്കറിയാം, കേസ് രജിസ്റ്റർ ചെയ്തിട്ട് ഇത്രയും നാളായി, പക്ഷേ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നില്ല. അതിന് ഒരാളും പരാതി നൽകിയില്ല എന്നൊരു ന്യായം ഉണ്ടായിരുന്നു, ശരിയാണെങ്കിൽ പോലും. ഇതാ ഇപ്പോൾ പരാതി വന്നിരിക്കുന്നു. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ എത്രമാത്രം സൂക്ഷ്മതയോടുകൂടി ആയിരിക്കും? ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, എല്ലാ സൂക്ഷ്മതയോടും കൂടെ തന്നെ ഒരു ഘട്ടത്തിലും ഈ കുറ്റവാളി, സൈക്കോപാത്ത് രക്ഷപ്പെട്ടു പോകരുത് എന്ന കൃത്യതയോടുള്ള കാഴ്ചപ്പാടിൽ തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ അന്വേഷണം ഏറ്റവും മികച്ച നിലയിൽ തന്നെ അതിൻ്റെ പര്യവസാനം ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് കരുതാം എന്നുള്ളതാണ്. ഇനി നേരത്തെ കോൺഗ്രസിൻ്റെ പ്രതി സൂചിപ്പിച്ച 1-2 കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ എല്ലാം നിയമപരമായി കാണുന്ന ആളുകളാണ്. ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് പാർട്ടി അന്വേഷണമോ അല്ലെ പാർട്ടി കമ്മീഷനോ ഇല്ല. ഞങ്ങളൊക്കെ നിയമത്തിൻ്റെ വഴിക്ക് വിടാൻ വേണ്ടി തയ്യാറാകുന്ന ആളുകളാണ്. ഞങ്ങൾ പരാതി ലഭിച്ചപ്പോൾ സമാനതകളില്ലാത്ത വണ്ണമുള്ള നിലപാട് അവർ സ്വീകരിച്ചു. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി, പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാറ്റി എന്നൊക്കെ വളരെ ആവേശത്തോടെ ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾ നടപടി സ്വീകരിച്ചതിനൊക്കെ സ്വാഗതം ചെയ്യണം, അതിനകത്ത് തർക്കമില്ല. പക്ഷേ
നിങ്ങൾ പറയുന്നതിനകത്ത് വലിയൊരു തെറ്റുണ്ട്. ഈ പരാതി മുന്നിലേക്ക് എത്തിയ ഘട്ടത്തിൽ ഞങ്ങൾ നടപടി സ്വീകരിച്ചു എന്നുള്ളത് പച്ചക്കള്ളമാണത്. ഏതു നാൾ മുതൽ ഉത്തരവാദിത്തപ്പെട്ട കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കളുടെ കയ്യിൽ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട പരാതികളുണ്ട്? അത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ കയ്യിൽ വിവിധങ്ങളായ പരാതികൾ എത്തിയിട്ടുണ്ടായിരുന്നില്ലേ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ മുൻപ്? ആ പരാതികളൊക്കെ ഇന്നിപ്പോ ആകെ പ്രയാസം, ഈ കേരള സമൂഹം ആകെ ഈ പറഞ്ഞ പോലെ ഈ ക്രിമിനലിനെതിരെ നിലപാട് സ്വീകരിക്കുന്നുണ്ട് എന്ന് കണ്ട ഘട്ടത്തിലാണല്ലോ ഈ പറഞ്ഞ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന് ഉൾപ്പെടെ ഇദ്ദേഹം കൊള്ളരുതാത്തവനായത്. അതിന് തൊട്ടു മുൻപ് ഏറ്റവും അരുമ ശിഷ്യനായിരുന്നല്ലോ, കെട്ടിപ്പിടിച്ചിരുന്ന ആളായിരുന്നല്ലോ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് ഇദ്ദേഹത്തെ സംബന്ധിച്ച് വിവിധങ്ങളായ പരാതികൾ ഉണ്ടായിട്ട് നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ തയ്യാറായിട്ടില്ല എന്നുള്ളതാ വസ്തുത. അതിനുശേഷം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ഇദ്ദേഹം ജനപ്രതിയായി MLA തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം എത്രയോ പരാതികൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ കൈകളിലേക്ക് വന്നു. അതിനകത്ത് നേരത്തെ സാർ സൂചിപ്പിച്ചതുപോലെ എത്ര കോൺഗ്രസിന്റെ നേതാക്കളുടെ പരാതികളുണ്ട്, എത്ര കോൺഗ്രസിന്റെ നേതാക്കളുടെ പരാതികൾ, അതിൽ ഏതെല്ലാം പ്രായത്തിൽപ്പെട്ട ആളുകളുടെ പരാതിയുണ്ട്, അതിൻ്റെയൊക്കെ സ്വഭാവം എന്താണ്? അങ്ങേയറ്റം ഗുരുതര സ്വഭാവത്തോടു കൂടിയുള്ള പരാതികൾ, വിവിധങ്ങളായിട്ടുള്ള പരാതികൾ ഇവരുടെ കൈകളിലേക്ക് കിട്ടിയിട്ടും നടപടി സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായിരുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഒരു പെൺകുട്ടി ഒരു വെളിപ്പെടുത്തൽ നടത്തി. അതിനുശേഷം ചില മാധ്യമങ്ങൾ ഇദ്ദേഹത്തിന്റെ ചാറ്റ് ഉൾപ്പെടെ ഇദ്ദേഹത്തിന്റെ വോയിസ് റെക്കോർഡുകൾ ഉൾപ്പെടെ പുറത്തേക്ക് വിട്ട് പൊതുസമൂഹത്തിന്റെ മുൻപിൽ എത്തിയ ഘട്ടത്തിൽ ഗത്യന്തരമില്ലാതെ നടപടി സ്വീകരിച്ച ആളുകളാണ് നിങ്ങൾ. അല്ലാതെ അതിനു മുൻപ് പല വർഷങ്ങളായി പല ഘട്ടത്തിൽ പരാതികൾ കരങ്ങളിലേക്ക് കിട്ടിയ ഘട്ടത്തിലും നിങ്ങൾ ഇതിനകത്ത് നടപടി സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല. നിങ്ങൾ സംരക്ഷിച്ച് നിർത്താവുന്നതിന്റെ പരമാവധി സംരക്ഷിച്ചു നിർത്തി. ഈ ഘട്ടത്തിലും അത് തുടരുന്നു വലിയൊരു ശതമാനം കോൺഗ്രസ്സുകാർ എന്നുള്ളതാണ്. നിങ്ങൾ പറഞ്ഞല്ലോ ഈ പറഞ്ഞ ആൾക്കൂട്ടത്തൊന്നും ചെയ്യാൻ വേണ്ടി കഴിയില്ല, ആൾക്കൂട്ടത്തിന്റെ ആക്രമണത്തെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ വേണ്ടി കഴിയില്ല, ഈ പറഞ്ഞ സൈബർ വെട്ടുകളി സംഘത്തിലൊന്നും ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല. ശരി, നിങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല എന്ന് തന്നെ കരുതിക്കോട്ടെ. അത് ഈ പറഞ്ഞ പോലെ രാഹുൽ മാങ്കൂട്ടവും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള ആളുകൾ പണം കൊടുത്ത് ഇറക്കുമതി ചെയ്തിട്ടുള്ള സൈബർ വെട്ടുകളി സംഘമാണ് തന്നെ ഇരുന്നോട്ടെ. ഈ സൈബർ വെട്ടുകളി സംഘത്തിന്റെ നേതൃത്വത്തിൽ എത്രയെത്ര കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇവിടെ ആക്രമിക്കപ്പെട്ടു? നിങ്ങളൊരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടി തയ്യാറായോ? ഉമാ തോമസ് ആക്രമിക്കപ്പെട്ടില്ലേ? ഒരു സ്റ്റേറ്റ്മെന്റ് കോൺഗ്രസ് കൊടുക്കാൻ തയ്യാറായോ? KC വേണുഗോപാലിന്റെ ഭാര്യയ്ക്ക് ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. ഈ ദിവസങ്ങളിൽ യൂത്ത് കോൺഗ്രസിന്റെ ഈ പറഞ്ഞ പോലെ ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് നേരെ ഏറ്റവും ക്രൂരമായിട്ടുള്ള സൈബർ അറ്റാക്ക് നടക്കില്ല. യൂത്ത് കോൺഗ്രസ് സ്റ്റേറ്റ്മെന്റ് എടുത്ത് ഇറക്കാൻ വേണ്ടി തയ്യാറായോ? ഞങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ഇതിനെതിരെ ഈ സൈബർ ആക്രമണത്തിനെതിരെ നടപടി സ്വീകരിക്കണം എന്നൊരു സ്റ്റേറ്റ്മെന്റ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ ആരെങ്കിലും പറയാൻ വേണ്ടി തയ്യാറായിട്ടുണ്ടോ? ഈ പറഞ്ഞ പോലെ ഉണ്ണിത്താനെതിരെ വിവിധങ്ങളായിട്ടുള്ള ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലപാട് സ്വീകരിച്ച ആളുകൾ മുഴുവൻ ആക്രമിക്കപ്പെട്ടു. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ആക്രമിക്കപ്പെട്ടില്ലേ? പ്രതിപക്ഷ നേതാവിന് ഒരു പേരിട്ടില്ല. എന്താ പേരിട്ടത്? കേക്കച്ചൻ എന്ന്. ഒരു മാന്യത ഉണ്ടോ? എന്നിട്ട് ആ ആക്രമണം അഴിച്ചുവിട്ടവർക്കെതിരെ അതിശക്തമായ നിലപാട് പറയുന്നതിന് വേണ്ടി KPCC പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ തയ്യാറായിട്ടില്ല. കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെതിരെ ഈ വെട്ടുകളി സംഘം ആക്രമണം അഴിച്ചുവിട്ടപ്പോ അതാ ഞാൻ നേരത്തെ പറഞ്ഞ കേരളത്തിലെ കോൺഗ്രസിനകത്തെ മഹാഭൂരിപക്ഷവും ഈ സൈക്കോപാത്തിനെ പിന്തുണയ്ക്കുന്ന ആളുകളാണ് എന്നുള്ളത്. നിങ്ങൾ പറഞ്ഞല്ലോ നേരത്തെ ഈ പറഞ്ഞ പോലെ സംസ്ഥാന സെക്രട്ടറി ഒരു നിലപാട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും വന്നിട്ട് സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ PB മെമ്പർമാരും വന്നു നിന്ന് അതേ നിലപാട് ആവർത്തിക്കൂ എന്നുള്ളത്. ആവർത്തിക്കണ്ട. നിങ്ങളുടെ സംസ്ഥാന നിങ്ങൾ പറഞ്ഞ പോലെ KPCCയുടെ പ്രസിഡന്റ് പറയുന്നതാണ് അവസാന നിലപാടെങ്കിൽ KPCC പ്രസിഡന്റ് പറയുന്ന നിലപാട് തന്നെ ബാക്കിയുള്ള നേതാക്കളും പറയുക എന്നുള്ളൊരു മര്യാദയില്ലേ? അതല്ലേ ഒരു സംഘടനയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാട്? ഇതെന്താ KPCC പ്രസിഡന്റ് പറഞ്ഞാണ് പാർട്ടിയുടെ നിലപാടെങ്കിൽ ഈ പറഞ്ഞ ഐക്യനായകത്തിനുള്ള മുന്നണിയുടെ കൺവീനർ അടൂർ പ്രകാശിന് വേറെ നിലപാട്, അദ്ദേഹം വേറെ നിലപാട് പറയാണ്. തൊട്ടു മുൻപത്തെ KPCC പ്രസിഡന്റ് നിങ്ങളുടെ മുതിർന്ന നേതാവ് ഈ പറഞ്ഞ പോലെ ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗമായിട്ടുള്ള K. സുധാകരൻ, അവൻ നല്ലവനാണ്, അവൻ നല്ല പയ്യനാണ്, അവരെ തിരിച്ചു കൊണ്ടുവരുന്നുള്ള നിലപാട് പറയാം. ഇപ്പുറത്ത് MM ഹസൻ വേറെ നിലപാട് പറയാം. ഇങ്ങനെ 100 നിലപാട് നിങ്ങൾ പറയും. എന്നിട്ട് നിങ്ങൾ പറയും ഇതൊക്കെ ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണെന്ന്. ഇത് മഹാവൃത്തികേടാണ് എന്നുള്ളത് പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഇയാൾ ആർക്കെങ്കിലും വേണ്ടി വോട്ട് പിടിക്കാൻ നടന്നത് ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വമില്ലാതെ ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷമേ എന്റെ നാട്ടിൽ വന്നിട്ടുണ്ട്. എന്റെ നാട്ടിലെ മുസ്ലിം ലീഗിന്റെ പൊതുയോഗത്തിലെ ഉദ്ഘാടകനായിട്ട് ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം ഇദ്ദേഹത്തെ കെട്ടിയെഴുന്നള്ളിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു പറയുന്നത് അദ്ദേഹത്തിന് വോട്ട് ചെയ്ത ആളുകൾ ചിലർ പാലക്കാട് മത്സരിക്കുന്നിടത്ത് അദ്ദേഹം തിരിച്ച് ഈ പറഞ്ഞ പോലെ അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നത് ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല. എന്റെ മണ്ഡലം കോങ്ങാട് നിയോജകമണ്ഡലം, കോങ്ങാട് മണ്ഡലത്തിലുള്ള ലീഗുകാരും കോൺഗ്രസ്സുകാരും UDF എന്തായാലും ഇയാൾക്ക് പാലക്കാട് വോട്ട് ചെയ്തിട്ടുണ്ടാവില്ലല്ലോ. അവിടെ കോങ്ങാട് മണ്ഡലത്തിൽ വന്ന് ലീഗും UDF ഇയാൾക്ക് വേദി ഒരുക്കി കൊടുക്കുകയാണ്. നിങ്ങൾ സംരക്ഷിച്ചുകൊണ്ടേയിരിക്കണം ഈ ഘട്ടത്തിലും. ശരി, ഈ ഘട്ടത്തിലും ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസിന്റെ നേതാക്കൾ നിങ്ങൾ തിരുത്തുന്നത്. ശ്രീ TP ജയചന്ദ്രൻ മാസ്റ്റർ, കോൺഗ്രസ് സംരക്ഷിക്കുന്നില്ല, ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു, മാതൃകാപരമായി ചെയ്തു, ഇതുവരെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യാത്തത്രയും ചെയ്തു എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെയും അവകാശവാദം.
സാങ്കേതികമായി നടപടിയെടുത്തോ എന്ന് ചോദിച്ചാൽ അത് ശരിയാണ്. പാലക്കാട് സജീവമായത് രാഹുലിന്റെ ഇഷ്ടത്തിലാണെന്ന് വിശ്വസിക്കാൻ BJP സന്നദ്ധമാവുമോ? ഒരിക്കലുമില്ല അഭിലാഷേ. നോക്കൂ, കോൺഗ്രസ് എത്തിയിരിക്കുന്ന ഈ ദുരവസ്ഥയെ സമർത്ഥമായി രാഹുലും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരും ഉപയോഗപ്പെടുത്തുകയായിരുന്നു. സത്യത്തിൽ ഈ വിഷയത്തിൽ കോൺഗ്രസ് രണ്ട് തട്ടിലായിരുന്നു. ദുർബലമായിരുന്നു കോൺഗ്രസ്. ഒന്ന്, കോൺഗ്രസിനകത്തുള്ള ഒരു വിഭാഗം എന്ന് പറയുന്നത് രാഹുലിൻ്റെ ഈ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കപ്പെട്ട ഒരുപാട് ആളുകൾ ആ പാർട്ടിക്കകത്തുണ്ടായിരുന്നു. നോക്കൂ, കഴിഞ്ഞ ഒക്ടോബർ മാസം 24-ാം തീയതി പരസ്യമായി പത്രക്കാരുടെ മുമ്പിൽ വന്ന് ഉമാ തോമസ് പറഞ്ഞത് എന്താണ്? ഒരു നിമിഷം പോലും വൈകരുത്, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കുക തന്നെ വേണം. അദ്ദേഹത്തിൻ്റെ മൗനം ആരോപണങ്ങളെ സ്ഥിരീകരിക്കുന്ന പോലെയാണ്. അല്ലെങ്കിൽ അദ്ദേഹം കേസ് കൊടുക്കണമായിരുന്നു. മറ്റ് പ്രസ്ഥാനങ്ങളുടെ നിലപാടുകൾ പരിഗണിക്കാതെ ഇദ്ദേഹത്തെ MLA സ്ഥാനം നീക്കണം. സമാനമായിരുന്നില്ലേ KC വേണുഗോപാലിൻ്റെ ഭാര്യ അവരുടെ FB പോസ്റ്റിലിട്ടത് പിന്നീട് പിൻവലിക്കേണ്ടി വന്നത്? അപ്പോൾ ഗത്യന്തരമില്ലാതെ ഒരു കാര്യം കോൺഗ്രസ് ഉറപ്പുവരുത്തി, ഒരു പരാതിയും മുന്നോട്ട് വരാൻ പാടില്ല. അതിന് രാഹുലിൻ്റെ തന്നെ മുൻകാലത്തുള്ള ചില ചാറ്റുകൾ പുറത്തു വന്നു. ഒരു സ്ത്രീയെ കൊല്ലാൻ എനിക്കൊരു നിമിഷം മതി എന്ന ധ്വനിയിൽ അദ്ദേഹത്തിൻ്റെ ചാറ്റുകൾ പുറത്തു വന്നു, ശബ്ദശകലങ്ങൾ പുറത്തു വന്നു. ഒരു MLA ആണേ പറയുന്നത്, ഒരു സ്ത്രീയെ കൊല്ലാൻ എനിക്കൊരു നിമിഷം പോലും വേണ്ട എന്ന് പറയുന്നു. അപ്പോൾ കോൺഗ്രസ്സുകാർ നേതാക്കന്മാർ അദ്ദേഹത്തോട് പക്ഷം ചേരുന്നവർ ഉറപ്പുവരുത്തിയത് അദ്ദേഹം ഒരിക്കലും അവർക്കെതിരായിട്ടുള്ള ഒരു ആരോപണം പുറത്തു വരില്ല. അങ്ങനെ ഉറപ്പുവരാതിരുന്നാൽ താൻ ആഗ്രഹിക്കുന്ന മാതിരി തനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇതായിരുന്നില്ലേ അവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു അവസരം മുതലെടുത്തത്? മാത്രമല്ല, കോൺഗ്രസിൻ്റെ പാലക്കാട് DC പരോക്ഷമായി അദ്ദേഹത്തിന് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തില്ലേ? കോൺഗ്രസ് നേതാക്കന്മാർ അദ്ദേഹം ഇല്ല എന്ന് പറയുമ്പോഴും ഞങ്ങൾ അദ്ദേഹവുമായി സഹകരിക്കേണ്ട എന്ന് പറയുമ്പോഴും പാലക്കാട്ടെ ഡിസ്ട്രിക്ട് കോൺഗ്രസ് കമ്മിറ്റിയും പാലക്കാട്ടെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വവും അവരുടെ പിന്തുണയില്ലാതെ ഈ ഷോ വർക്ക് നടത്താൻ ഇങ്ങനെ ഒരു സൈക്കോപാത്തിന് സാധിക്കുമെന്ന് അഭിലാഷം നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ ലൈംഗിക വൈകൃതം അനുഭവിക്കാത്തവരാരുണ്ട് അഭിലാഷം? നിങ്ങൾക്ക് അതിനോട് തുറന്ന് സമ്മതിക്കാൻ വൈമനസ്യം ഉണ്ടാകും. കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് അനുഭവമില്ലേ? നടിമാർക്ക് അനുഭവമില്ലേ? ട്രാൻസ്ജെൻഡർ അനുഭവമില്ലേ? അങ്ങനെ വരുന്നവരെ മുഴുവൻ വായടച്ച് ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ കാളകൂളി സംഘമാകുന്ന സൈബർ പോരാളികളും ഉമാ തോമസിനെയും AC വേണുഗോപാലിന്റെയും ഭാര്യമാരെ പോലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള നേതാക്കന്മാരെ പോലും ഭീഷണിപ്പെടുത്തി ഉണ്ണിത്താൻ അടക്കം സാധിക്കുമെങ്കിൽ ഇവരിപ്പോൾ ഒന്ന് സംസാരിക്കുന്ന ധൈര്യം എന്താണെന്ന് അറിയുമോ? ഞങ്ങൾക്കിതൊന്നും പ്രശ്നമല്ല, ഹൂ കെയേഴ്സ് എന്ന് നിങ്ങൾ ആവർത്തിച്ചത്, ഞങ്ങൾക്കിതൊന്നും പ്രശ്നമേ അല്ല, ഞങ്ങൾ ഇതൊക്കെ അതിജീവിച്ച് മുന്നോട്ട് വരും, ഞങ്ങൾ കേരളത്തിൽ ഞങ്ങൾക്ക് തോന്നിയത് ചെയ്യും, ആരുണ്ട് ചോദിക്കാൻ? അനൂപ്, നാളെ ഒരു പക്ഷേ പോലീസ് അറസ്റ്റ് ചെയ്യാം, അതല്ലെങ്കിൽ മുൻകൂർ ജാമ്യം കിട്ടുകയാണെങ്കിൽ അറസ്റ്റ് ഒഴിവാകുമായിരിക്കും. എന്തായാലും ഇനി നിയമ പോരാട്ടം നടത്തേണ്ടതിൻ്റെ ബാക്കിയുള്ള എന്തിൻ്റെയും ഉത്തരവാദിത്വം രാഹുൽ മാങ്കൂട്ടത്തിനായിരിക്കുമോ, അതോ പരോക്ഷമായി കോൺഗ്രസിൻ്റെ അണിയറ സഹായമുണ്ടാകുമോ? പക്ഷേ ഈ ചർച്ചയ്ക്കിടയിൽ KC വേണുഗോപാലിനെ സംശയത്തിൻ്റെ നേരിൽ നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങ് പറഞ്ഞത് കേരളത്തിൽ KC വേണുഗോപാൽ പക്ഷത്ത് നയിക്കുന്ന എന്നൊക്കെയാണ്. അങ്ങനെ അതിൻ്റെ ആവശ്യമില്ലാന്നേ. കേരളത്തിലെ ഏതെങ്കിലും പക്ഷത്ത് നയിക്കേണ്ട നേതാവല്ല KC വേണുഗോപാൽ. ഇന്ത്യയിൽ തന്നെ കോൺഗ്രസിനെ നയിക്കുന്നതിൽ പ്രധാനിയായ നേതാവാണെന്നേ. അദ്ദേഹത്തിന് ഇതിനകത്ത് എല്ലാ ദിവസവും വന്ന് രാഹുൽ മാങ്കൂട്ട് എന്ന് പറയാൻ കഴിയുമോ? ഇന്ത്യയിൽ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കേണ്ട സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയത്തെക്കുറിച്ച് നരേറ്റീവുകൾ രൂപപ്പെടുത്തേണ്ട ഒരു നേതാവിന് ദിവസവും വന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് പറയേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇവിടെ പാലക്കാട് രാഹുൽ മാങ്കൂട്ടം പ്രചരണം നടത്തി നിങ്ങൾ DCC പ്രസിഡന്റിനോട് ചോദിക്കണം. കേരളത്തിലെ കാര്യമുണ്ടെങ്കിൽ KPC പ്രസിഡന്റ് ചോദിക്കണം. രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് പറയലല്ല KC വേണുഗോപാലിന്റെ ജോലി, അത് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കല. ഇവിടെ പിണറായി വിജയനത് പറ്റും. രാഹുൽ ഗാന്ധി വോട്ട് ചോരിയെ കുറിച്ച് ആരോപണം ഉയർത്തിയ പത്രസമ്മേളനത്തിന്റെ പിറ്റേ ദിവസം പിണറായിയുടെ പത്രസമ്മേളനത്തിന്റെ വിഷയം രാഹുൽ മാങ്കൂട്ടത്തിലാണ്. പക്ഷെ KC വേണുഗോപാലിനെ പോലെ ഒരു നേതാവിന് അത്ര ചെറുതായി പോകാൻ കഴിയില്ലെന്നേ.
നിങ്ങൾ ആ കാര്യങ്ങൾ ആ നിലയ്ക്ക് തന്നെ കാണണം. പിന്നെ ആർഷോ ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ ഇത്തരം ആൾക്കൂട്ട ആക്രമണങ്ങളോട് പ്രതികരിക്കില്ല എന്ന്. പോരാളി ഷാജി CPM എത്രയോ ഘട്ടത്തിൽ പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടുണ്ട്. അന്ന് പോരാളി ഷാജിക്കെതിരെ CPM AKG സെന്റർ പ്രസ് നോട്ട് ഇറക്കിയിട്ടുണ്ടോ? അങ്ങനെ ഫേസ്ബുക്കിലൊക്കെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ പിറ്റേ ദിവസം വന്ന് ഞങ്ങൾ അതിനെതിരെ പ്രസ്താവന ഇറക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളുടെ ഭാഗത്ത് നിന്ന് അത്തരം പരാമർശങ്ങൾ ഉണ്ടായാൽ പാർട്ടി തിരുത്തും, ഉത്തരവാദിത്തത്തിലൂടെ നിർവഹിക്കും. ശരി, കാര്യത്തിൽ പാർട്ടിയിലെ വിഭാഗീയത ഇല്ല, KCക്ക് ഇത്തരം കാര്യങ്ങളിലൊന്നും സമയവുമില്ല താല്പര്യവുമില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ വെർഷനൊക്കെ ആവട്ടെ. വളരെ നന്ദി 4 പേർക്കും. സൂപ്പർ പ്രധാനം അവസാനിച്ചു. നമസ്കാരം.